ഓർഡർ. ചോദ്യോത്തരം. ശ്രീ KU ജനീഷ് കുമാർ, ആരോഗ്യ ദേവസ്വം വകുപ്പ് മന്ത്രി. സർ, ദേവസ്വം ബോർഡിൻ്റെ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്ന മുറയ്ക്ക് പ്രസ്തുത ദേവസ്വങ്ങൾക്ക് ബാധകമായ സ്പെഷ്യൽ റൂൾ പ്രകാരം വിജ്ഞാപനം പുറപ്പെടുവിച്ച് എഴുത്തു പരീക്ഷ, പ്രായോഗിക പരീക്ഷ, ഇൻ്റർവ്യൂ എന്നിവ നടത്തി യോഗ്യരായ ഉദ്യോഗാർത്ഥികൾക്ക് കേരള ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡ് റെഗുലേഷൻ 2016 ഉത്തരവ് പ്രകാരം അതിനുശേഷം 19/11/2019 ഭേദഗതി വരുത്തിയ പ്രകാരം കേരള ദേവസ്വം റിക്രൂട്ടിംഗ് ബോർഡ് വഴി നിയമന ശുപാർശകൾ നൽകി വരുന്നു. സർക്കാർ നിയന്ത്രണത്തിലുള്ള 5 ദേവസ്വം ബോർഡുകളായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്, കൊച്ചി ദേവസ്വം ബോർഡ്, മലബാർ ദേവസ്വം ബോർഡ്, ഗുരുവായൂർ ദേവസ്വം മാനേജിംഗ് കമ്മിറ്റി, കൂടൽമാണിക്യം ദേവസ്വം മാനേജിംഗ് കമ്മിറ്റി എന്നിവയിലെ പാരമ്പര്യ തസ്തികകളും എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ തസ്തികകളും ഒഴികെയുള്ള എല്ലാ തസ്തികകളിലേക്കും ഉള്ള സ്ഥിര നിയമനങ്ങൾ കേരള ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡ് മുഖേനയാണ് നടത്തി വരുന്നത്. ഗുരുവായൂർ ദേവസ്വത്തിലെ നിയമനങ്ങൾ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ നിലവിലുള്ള SLPC നമ്പർ 3789/2026 കേസിന്മേൽ പുറപ്പെടുവിച്ച 23/2/2024 ഗുരുവായൂർ ദേവസ്വത്തിൽ നിന്നും വിവിധ തസ്തികകളിലേക്ക് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒഴിവുകളിലേക്കുള്ള നിയമനങ്ങൾ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. ഗുരുവായൂർ ദേവസ്വം ഒഴികെയുള്ള ദേവസ്വം ബോർഡുകളിൽ നിന്നും ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്ത മുറയ്ക്ക് അതിൻ്റേതായിട്ടുള്ള സംവിധാനങ്ങൾ നടക്കുന്നുണ്ട് ദേവസ്വം ബോർഡ് റിക്രൂട്ടിംഗ് ബോർഡ് വഴി. സാർ, ഇത് ഉത്തരം വളരെ ദീർഘമായതുകൊണ്ട് അത് ഞാൻ മേശപ്പുറത്ത് വയ്ക്കാം. ശ്രീ KU ജനീഷ് കുമാർ. സർ, ആദരണീയനായ മുൻ ധനകാര്യ വകുപ്പ് മന്ത്രി അവതരിപ്പിച്ച ബഡ്ജറ്റിൽ ശബരിമലയ്ക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടി 30 കോടിയും ക്ലീൻ പമ്പ പദ്ധതിക്ക് 30 കോടി രൂപയും അനുബന്ധ റോഡുകളുടെ വികസനത്തിന് വേണ്ടി 15 കോടി രൂപയും അനുവദിച്ചിരുന്നു. പക്ഷേ ഈ ബഡ്ജറ്റിൽ ഞാൻ നോക്കിയിട്ട് അങ്ങനെ ഒരു തുക കാണുന്നില്ല. ശബരിമല തീർത്ഥാടകരുടെ സൗകര്യങ്ങൾ വരും വർഷങ്ങളിൽ മുൻകൂട്ടി കണ്ട് ഇടത്താവളങ്ങളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനായി നടപ്പ് വർഷം ബഡ്ജറ്റിൽ തുക വല്ലതും വകയിരുത്തിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ എത്രയാണെന്ന് വിശദീകരിക്കാമോ? മിനിസ്റ്റർ. സർ, കഴിഞ്ഞ തവണ വരുത്തിയ ബഡ്ജറ്റ് തുകയിൽ നിന്ന് കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ആ ദേവസ്വം ബോർഡുകൾക്ക് അനുവദിച്ച ബഡ്ജറ്റ് തുക ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. സെക്കൻഡ് ക്വസ്റ്റ്യൻ. സർ, ശബരിമല സ്വർണ്ണപ്പാളി കേസിൽ പ്രതിയുടെ അഭിഭാഷകനായ അഡ്വക്കേറ്റ് KB പ്രദീപിനെ ദേവസ്വം വകുപ്പിൻ്റെ അഭിഭാഷകനായി നിയമിച്ചിരുന്നു. നിയമനം അഡ്വക്കേറ്റ് ജനറലിൻ്റെ ശുപാർശ അടിസ്ഥാനത്തിലായിരുന്നു. അങ്ങയുടെയോ ദേവസ്വം ബോർഡിൻ്റെയോ ശുപാർശ ഈ കാര്യത്തിൽ ഉണ്ടായിരുന്നു? മിനിസ്റ്റർ. ഇങ്ങനെ ഒരു അഡ്വക്കേറ്റിനെ വെച്ചതായി ആരോപണം വന്നപ്പോൾ സാർ, ഈ നിയമിക്കപ്പെട്ട വക്കീലൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ഒരു വക്കീലായിരുന്നു. സ്വാഭാവികമായിട്ടും സാർ ഒരു കേസിൻ്റെ വരുമ്പോൾ ഒരു വക്കീലിനെ സ്വാഭാവികമായിട്ട് ഏൽപ്പിക്കാറുണ്ട്. സാധാരണ സാർ, ക്രിമിനൽ കേസുകളിലെ വക്കീൽമാർ പല കേസുകളിലും കേസ് ഏറ്റെടുത്തിട്ടുണ്ടാവും. പക്ഷേ ഒരു പർട്ടിക്കുലർ കേസ് അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തുമ്പോൾ ആ വക്കീൽ അതിനോട് നീതി പുലർത്തുമെന്നുള്ളത് കൊണ്ടാണ് ഈ നിയമനം സർക്കാർ നടത്തിയതെങ്കിലും വിവാദമായ സ്ഥിതിക്ക് അദ്ദേഹം സ്വയം രാജിവെച്ചു പോയി. ശ്രീ V. ജോയ്. സാറേ, കേരള ചരിത്രത്തിൽ ആദ്യമായി ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ ദളിത് ശാന്തിമാരെ നിയമിച്ചത് കഴിഞ്ഞ ഗവൺമെൻറ്റായിരുന്നു. എന്നാൽ പിന്നീട് ശാന്തിമാരല്ലാത്ത ചില നിയമനങ്ങളുമായി ബന്ധപ്പെട്ട് വന്ന കാര്യങ്ങളിൽ ക്ഷേത്രങ്ങളിൽ കയറ്റാൻ പറ്റാത്ത അല്ലെങ്കിൽ കയറാൻ അനുവദിക്കാത്ത ചില പ്രശ്നങ്ങളുണ്ടായി. അത് വലിയ നിയമ നടപടികൾക്കും പിന്നീട് വിധേയമായി. എൻ്റെ ചോദ്യം, അത് ദളിത് പിന്നോക്ക വിഭാഗങ്ങൾക്ക് പ്രത്യേക പരിഗണന നൽകി ക്ഷേത്രങ്ങളിൽ നിയമിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുമോ? മിനിസ്റ്റർ. സാർ, ഞാൻ പറഞ്ഞല്ലോ, ദേവസ്വം റിക്രൂട്ടിംഗ് ബോർഡാണ് ആളുകളെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ അത് സ്വതന്ത്ര അധികാരമാണ്. അതിൽ സാധാരണ സർക്കാർ ഇടപെടാറില്ല. മാത്രമല്ല, അതിൽ ഗുരുവായൂർ മാത്രമാണ് സ്റ്റേ ഉള്ളത്. മറ്റുള്ളതിനൊക്കെ ദേവസ്വം റിക്രൂട്ടിംഗ് ബോർഡിന് നിയമനം നടത്താനുള്ള അവകാശമുണ്ട്. അത് പൂർണ്ണമായിട്ട് അവരുടെ ചുമതലയാണ്. ആ ഒരു ഇതിൽ സർക്കാർ ഇടപെടാറില്ല. അത് അവർക്ക് ഉചിതമായിട്ടുള്ള തീരുമാനം എടുക്കാം. ശ്രീ കാരായി രാജൻ. സർ, PSC നിയമനത്തിനുള്ള പ്രായപരിധി ഉയർത്തിയ സാഹചര്യത്തിൽ ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡ് വഴിയുള്ള നിയമനത്തിൻ്റെ പ്രായം ഉയർത്തുന്നത് പരിഗണിക്കാൻ സാധിക്കുമോ? അതോടൊപ്പം
വിവിധ ദേവസ്വങ്ങളുടെ കീഴിലെ ജീവനക്കാരുടെ വേതന സേവന വ്യവസ്ഥകൾ വ്യത്യസ്തമാണ്. ഇവ ഏകീകരിക്കാൻ സാധ്യതയുണ്ടോ? യെസ് മിനിസ്റ്റർ. സാർ, ഇതിൽ ഈ ദേവസ്വം ബോർഡുകളുടെ കാര്യത്തിൽ ബഹുമാനപ്പെട്ട അംഗത്തിനറിയാം, ഈ മലബാർ ദേവസ്വം ബോർഡിൽ മാത്രമാണ് ഒരു വളരെ സാമ്പത്തിക പ്രയാസമുള്ളൊരു ദേവസ്വം ബോർഡെന്ന് പറയുന്നത്. കാരണം അതിലുള്ള ഓരോ ക്ഷേത്രങ്ങളും സ്വതന്ത്ര യൂണിറ്റുകളായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അവരവരുടെ ആ ക്ഷേത്രങ്ങളുടെ വരുമാനം, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ മറ്റേ കൊട്ടിയൂർ ക്ഷേത്രം, ആ ക്ഷേത്രത്തിൻ്റെ വരുമാനം അവരുടെ സെപ്പറേറ്റ് അക്കൗണ്ടിലാണുള്ളത്. നേരെ മറിച്ച് തിരുവിതാംകൂറിൽ അങ്ങനെയല്ല. 1250ഓളം ക്ഷേത്രങ്ങൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുണ്ട്. അത് പൂർണ്ണമായിട്ട് ഈ ശബരിമലയുടെ വരുമാനം കൊണ്ട് ദേവസ്വം ബോർഡിൽ നേരിട്ടാണ് അവിടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തത്. കൊച്ചിയിൽ അത് തന്നെയാണ് സ്ഥിതി. പക്ഷേ മലബാറിൽ മാത്രം പഴയ ആക്ട് അനുസരിച്ചാണ്, പണ്ടത്തെ ഹിന്ദു റിലീജിയസ് ആക്ട് അനുസരിച്ചാണ്. കാരണം മലബാർ മുമ്പ് നമ്മുടെ തിരുവിതാംകൂറിൻ്റെ കൊച്ചിയുടെ ഭാഗമായിരുന്നില്ല, അത് മദിരാശിയുടെ ഭാഗമായിരുന്നു. അതുകൊണ്ട് ആ ആക്ട് അനുസരിച്ചായിരുന്നു കാര്യങ്ങൾ നടത്തിയിരുന്നത്. പക്ഷേ നിരന്തരമായി കേരള ഹൈക്കോടതി ഇക്കാര്യത്തിൽ ഇടപെടുകയും മലബാർ ദേവസ്വം ബോർഡ് വേണം എന്ന് നിർബന്ധം പറയുകയും ചെയ്തപ്പോഴാണ് മലബാർ ദേവസ്വം ബോർഡ് രൂപീകരിച്ചത്. പക്ഷേ വളരെ മലബാർ ദേവസ്വം ബോർഡിൻ്റെ ഇപ്പോഴത്തെ ചുമതല എന്ന് പറയുന്നത് അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക മാത്രമാണ്. ബാക്കിയെല്ലാം ഓരോ അമ്പലത്തിലെയും സ്വതന്ത്ര യൂണിറ്റുകളായിട്ടാണ് പ്രവർത്തിക്കുന്നത്. പക്ഷേ നിർദ്ദേശം പൊതുവായിട്ട് വന്നിട്ടുണ്ട്. സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഒരുപാട് വർഷങ്ങളായി. പക്ഷേ കേരളത്തിൽ മാത്രം തിരുവിതാംകൂർ, കൊച്ചി, മലബാർ എന്നുള്ളതിന് പകരം ഏകീകൃത ദേവസ്വം ബോർഡ് വേണമെന്നൊരു നിർദ്ദേശമൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ അത് കൂടുതൽ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമായതുകൊണ്ട് അതിലേക്ക് സർക്കാർ കടന്നിട്ടില്ല. ശ്രീ PP സുമോദ്. സാർ, ഇവിടെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പലപ്പോഴും പോകുമ്പോൾ കാണുന്നൊരു പ്രശ്നം ഈ പാർക്കിങ്ങും ഗതാഗതത്തിൻ്റെ പ്രശ്നം. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമ്മുടെ റവന്യൂ മിനിസ്റ്ററുടെ കല്യാണത്തിന് ഉൾപ്പെടെ പോയപ്പോൾ വലിയ രൂപത്തിലേക്കുള്ള ഗതാഗത കുരുക്കും പ്രയാസങ്ങളുണ്ട്. അപ്പോൾ അത് ലാൻഡ് അക്വിസിഷൻ നടപടികൾ ഉൾപ്പെടെ ഏറ്റെടുത്ത് അത്തരം പ്രശ്നം പരിഹരിക്കാനാവശ്യമായ നടപടികൾ സ്വീകരിക്കും. കഴിഞ്ഞ ദിവസം ഗുരുവായൂർ ദേവസ്ഥത്തിൻ്റെ ഒരു യോഗത്തിൽ ഞാൻ തന്നെ പങ്കെടുത്തിരുന്നു. അപ്പോൾ പാർക്കിങ്ങിന് സ്ഥലം ഏറ്റെടുക്കുന്നതിനുള്ള അക്വിസിഷൻ നടപടികൾ 9 മാസം കൊണ്ട് പൂർത്തീകരിക്കണമെന്ന് തഹസിൽദാർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. തഹസിൽദാർ ഉൾപ്പെടെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് യോഗം നടന്നത്. അതുകൊണ്ട് അത് 9 മാസത്തിനുള്ളിൽ പൂർത്തീകരിക്കണം എന്നാണ് നിർദ്ദേശം ഉണ്ടായിട്ടുള്ളത്. ബഹുമാനപ്പെട്ട ഗുരുവായൂർ MLA എനിക്കൊരു പരാതി തന്നിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഏറ്റെടുത്ത സ്ഥലങ്ങൾ പലതും കാട് പിടിച്ച് കിടക്കുന്നു, അതുകൊണ്ട് അതിനെക്കുറിച്ച് ഒരു വ്യക്തത വരുത്തണം എന്ന് അദ്ദേഹം പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ദേവസ്വം ബോർഡ് ചെയർമാനുമായി സംസാരിച്ചിട്ടുണ്ട്, ഭരണസമിതി ചെയർമാനുമായി സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹം അതിനെ സംബന്ധിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള റിപ്പോർട്ട് എനിക്ക് നൽകാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ശ്രീ CV ശാന്തകുമാർ. ശബരിമലയിലെ മാസപൂജയ്ക്കും ഒക്കെ പോകാറുള്ള ഒരു ഭക്തൻ കൂടിയാണ്, ആ മണ്ഡലത്തിലെ ഒരംഗം കൂടിയാണ്. അവിടുത്തെ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ ഒന്നും യാഥാർത്ഥ്യമല്ല സാർ. തീർച്ചയായിട്ടും നമ്മൾ പമ്പ മുതൽ സന്നിധാനം വരെ പോകും, മരക്കൂട്ടം വരെയുള്ള കഴിഞ്ഞ ഗവൺമെൻറ് ചെയ്ത പാതകൾ അവിടെ ഈ മഴവെള്ളമേറ്റ് തെന്നി വീണ് നിരവധി ഭക്തജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് സാർ. അതിന് ശാശ്വത പരിഹാരം കാണുവാൻ വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ. അതുപോലെ പൊന്നമ്പലവാസൻ്റെ മണ്ഡപത്തിൽ പല സൈഡിലും ഹോളുകൾ ഇട്ടിരിക്കുകയാണ് സാർ. കാരണം അടിസ്ഥാനമായി കാണുമ്പോൾ അവിടെ ഹോളുകൾ ഇട്ടിരിക്കുന്ന സ്ഥിതിയിലേക്ക് സ്വർണ്ണക്കൊള്ള അത് അന്വേഷിച്ച് അതിൽ സ്വർണ്ണക്കൊള്ളയിൽ പങ്കാളികളായ മുഴുവൻ കുറ്റവാളികളെയും രംഗത്ത് കൊണ്ടുവരാൻ ഈ ഗവൺമെൻറ് സത്വര നടപടി സ്വീകരിക്കണമെന്ന്. മിനിസ്റ്റർ. സാർ, ഇവിടെ ശബരിമലയുടെ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തിന് വേണ്ടി ഇത്തവണത്തെ ദർശനം വളരെ സുഗമമാക്കുന്നതിന് വേണ്ടി ഈ 9-ാം തീയതി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഒരു യോഗം അന്ന് വിളിച്ചു ചേർത്തിട്ടുണ്ട്. ആ ജില്ലയിൽ നിന്നുള്ള ബഹുമാനപ്പെട്ട MLA-മാർക്കും ഗവൺമെൻറ് അതിൽ പങ്കെടുക്കാൻ വേണ്ടി ക്ഷണക്കത്ത് അയക്കുന്നതാണ്. ആ യോഗത്തിൽ വെച്ച് ഈ വർഷത്തെ ശബരിമല തീർത്ഥാടന കാലം ഭംഗിയായി നടത്തിക്കൊണ്ടുപോകാനുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നതാണ്. തവണ വളരെ നേരത്തെ തന്നെ അത് ഒരുക്കുകയാണ്. ഇനി അടുത്ത മാസം വീണ്ടും മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഇത് സംബന്ധിച്ച ഫൈനൽ ചർച്ച പമ്പയിൽ വെച്ച് നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ശബരിമലയുടെ സ്വർണ്ണക്കൊള്ള സംബന്ധിച്ച് സാർ അങ്ങേക്ക് അറിയാം, അത് SITയുടെ പൂർണ്ണ നിയന്ത്രണത്തിലാണ്. ആ അന്വേഷണത്തിൽ സർക്കാരിന് ഇടപെടാനുള്ള അവകാശമില്ല. ഹൈക്കോടതിയിൽ പൂർണ്ണമായിട്ടുള്ള റിപ്പോർട്ട് ചാർജ് ഷീറ്റ് കൊടുത്തതിന് ശേഷം സർക്കാരിനോട് അഭിപ്രായം ചോദിക്കുമ്പോൾ സർക്കാർ അഭിപ്രായം രേഖപ്പെടുത്തുന്നതാണ്. ശ്രീ KK രാമചന്ദ്രൻ. ദേവസ്വം ബോർഡുകളിലെ ക്ഷേത്രങ്ങളിലെ ശാന്തിക്കാരും കഴകക്കാരുമായിട്ടുള്ള ജീവനക്കാരുടെ പെൻഷൻ ആനുകൂല്യങ്ങളൊക്കെ ലഭ്യമാകുന്നതിൽ ചില പ്രയാസങ്ങൾ അനുഭവപ്പെടുന്നുണ്ട്.
അതിൽ പ്രധാനമായും ഇവരുടെ സർവീസ് കാലയളവ് നിജപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള രേഖകൾ ലഭ്യമല്ല എന്നതാണ് അതിൻ്റെ പ്രശ്നം. അപ്പോൾ അത് കമ്പ്യൂട്ടറൈസേഷൻ ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കുമോ? അതോടൊപ്പം തന്നെ ഈ ക്ഷേത്രങ്ങളിലെ വഴിപാടുകൾക്കായിട്ടുള്ള പൂവുകൾ കാലാനുസൃതമായ പൂവിൻ്റെ വില വർദ്ധിപ്പിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കുമോ? മിനിസ്റ്റർ. ഇതിൻ്റെ ഈ ദേവസ്വം ബോർഡിൻ്റെയൊക്കെ അതിൽ അവരുടെ വരുമാനം അനുസരിച്ചാണ് കാര്യങ്ങൾ നടത്തിക്കൊണ്ടുപോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, കൊച്ചി തിരുവിതാംകൂർ ദേവസ്വം ബോർഡുകൾക്ക് അതിൻ്റേതായിട്ടുള്ള വരുമാനം, കൊച്ചി ദേവസ്വം ബോർഡിന് അത്രയില്ല. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ശബരിമല മാത്രം നല്ല കാര്യങ്ങൾ നന്നായി നടത്തിക്കൊണ്ടുള്ള സംവിധാനമുണ്ട്. അതേ സമയത്ത് മലബാറിന് മാത്രമാണ് ഇക്കാര്യത്തിൽ ഏറ്റവും പ്രയാസമുള്ളത്. മലബാർ ദേവസ്വത്തിന് സർക്കാർ ഒരു വർഷം 38 കോടിയോളം ഗ്രാൻഡായിട്ട് നൽകുന്നുണ്ട് മലബാർ ദേവസ്വത്തിൻ്റെ ഈ സാമ്പത്തിക പ്രയാസം കാരണം. അതോടൊപ്പം തന്നെ ഈ കേരള സ്റ്റേറ്റ് IT ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡിനെ ഈ വഴിപാടുകളും കാര്യങ്ങളൊക്കെ ഓൺലൈൻ ആക്കാൻ വേണ്ടി ദേവസ്വം ബോർഡുകളുടെ അഭിപ്രായം അനുസരിച്ച് സർക്കാർ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അതനുസരിച്ച് മറ്റു കാര്യങ്ങൾ ഇപ്പോൾ നേരത്തെ ഇവിടെ ബുക്ക് ചെയ്യാനും വഴിപാട് ബുക്ക് ചെയ്യുക അങ്ങനെയൊക്കെയുള്ള സംവിധാനത്തിലാണ് ഈ സംവിധാനം സർക്കാർ ഏർപ്പെടുത്തിയിട്ടുള്ളത്. ശ്രീ വിഷ്ണുമോഹൻ. ഈ ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡ് കഴിഞ്ഞ കാലങ്ങളിൽ ഈ ക്ഷേത്ര കലാകാരന്മാരുടെ തസ്തികകളിൽ നിയമനം നടത്തിയതിനെ സംബന്ധിച്ച് ഒട്ടനവധി ആക്ഷേപങ്ങളും ആരോപണങ്ങളും നിലനിൽക്കുകയാണ് സർ. അതുകൊണ്ട് തന്നെ ക്ഷേത്ര കലാകാരന്മാരുടെ തസ്തികകളിൽ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ക്ഷേത്ര കലാപീഠങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് മുൻഗണന നൽകുകയും അതിൻ്റെ ക്ഷേത്ര കലാപീഠങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ അതിൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ യോഗ്യത നിർണ്ണയിക്കുന്ന തരത്തിൽ ഒരിടപെടിയിൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുമോ എന്നുള്ളതാണ് സർ. ഇവിടെ ഈ ദേവസ്വം റിക്രൂട്ടിംഗ് ബോർഡിൻ്റെ കാര്യത്തിൽ ഗുരുവായൂർ ദേവസ്ഥയിൽ മാത്രമാണ് ഒരു വിധി അവർക്കെതിരായി വന്നിട്ടുള്ളത്. ബാക്കിയുള്ള കാര്യങ്ങളിലൊന്നും എതിരായിട്ടുള്ള അങ്ങനെ വിധികളോ കാര്യങ്ങളോ ഉണ്ടായിട്ടില്ല. പക്ഷേ ഗുരുവായൂർ ദേവസ്വം ബോർഡിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ അവരുടെ അവകാശങ്ങളെ, അതായത് ദേവസ്വം ബോർഡ് ഇപ്പോൾ പരാതി പോയിട്ടുണ്ട്. അപ്പോൾ അത് സുപ്രീം കോടതിയിൽ ഇരിക്കുകയാണ്. എനിക്ക് തോന്നുന്നത് 2-3 ദിവസത്തിനും വിധി വരുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. മറ്റു കാര്യങ്ങൾ ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞത് പഠിച്ച് അതിൻ്റെ തീരുമാനം സർക്കാർ എടുക്കാം. ശ്രീ ബി മുരളീധരൻ. ശബരിമല മാസ്റ്റർ പ്ലാൻ ഏറെക്കാലമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇത്തവണത്തെ ബജറ്റിൽ ശബരിമലയെ തിരുപ്പതി മാതൃകയിൽ വികസിപ്പിക്കുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, ഈ സന്നിധാനത്തിലെ പരിമിതമായിട്ടുള്ള സൗകര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അവിടെ ഡെവലപ്മെൻറ്റിനും ചില പരിമിതികളുണ്ട്, ഒരു പരിധിയിൽ കൂടുതൽ സാധ്യമല്ല. അതേസമയത്ത് നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ വൈഷ്ണവദേവി പോലെയുള്ള തീർത്ഥാടന ക്ഷേത്രങ്ങളുണ്ട്. അവിടെ വൈഷ്ണവദേവിയിൽ ഇതേപോലത്തെയുള്ള പരിമിതികളുണ്ട്. അപ്പോൾ അവിടെ താഴെയുള്ള കാട്ടറയിലാണ് എല്ലാ സൗകര്യങ്ങളും ചെയ്യുന്നത്. ഈ മാതൃകയിൽ നമ്മുടെ നിലക്കലിലെ സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ട് ഒരു ബേസ് സ്റ്റേഷൻ എന്നുള്ള നിലയിൽ നിലക്കൽ വികസിപ്പിച്ചു കഴിഞ്ഞാൽ ശബരിമലയിലെ തിരക്ക് നിയന്ത്രിക്കാനും സർക്കാരിനും ദേവസ്വം ബോർഡിനും സാധിക്കും. അത്തരത്തിലുള്ള ആലോചനകൾ മാസ്റ്റർ പ്ലാനിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും ആലോചന നടക്കുന്നുണ്ടോ? യെസ് മിനിസ്റ്റർ. സന്നിധാനം വരെയുള്ള സംവിധാനങ്ങൾ ഒരുക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്. പക്ഷേ ബഹുമാനപ്പെട്ട അംഗം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ശബരിമലയുടെ കാര്യത്തിൽ എല്ലായ്പ്പോഴും ഹൈക്കോടതിയുടെ നിർദ്ദേശങ്ങൾ പലപ്പോഴും സർക്കാർ തീരുമാനങ്ങൾക്കും ദേവസ്വം ബോർഡ് തീരുമാനങ്ങൾക്കും എതിരായിട്ടാണ് പലപ്പോഴും വരുന്നത്. ഇപ്പോൾ ശബരിമലയിൽ എങ്ങനെ തൊഴുകണം എന്നുള്ള ഡയറക്ഷൻ പോലും ഹൈക്കോടതിയിൽ നിന്നാണ് വരുന്നത്. അത് ഒരു കോടതിയോട് ബഹുമാനമുള്ളതുകൊണ്ട് നമ്മൾ പ്രതികരിക്കുന്നില്ല എങ്കിലും ദേവസ്വം ബോർഡുകൾക്കോ സർക്കാരിനോ അല്ല ഇപ്പോൾ ശബരിമലയുടെ കാര്യത്തിൽ തീരുമാനം, എല്ലാം കോടതി മുഖാന്തരമാണ്. അതാണ് ഇപ്പോൾ ശബരിമലയുടെ ഒരു സ്ഥിതി എന്ന് പറയുന്നത്. എങ്കിലും ഭക്തജനങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കാൻ ഈ മാസ്റ്റർ പ്ലാനിൽ നിലയ്ക്കൽ മുതൽക്കുള്ള സംവിധാനം ഞങ്ങളുണ്ടാക്കും. ക്വസ്റ്റ്യൻ നമ്പർ 152. ശ്രീമതി OS അംബിക. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. സർ, 2015 ഓഗസ്റ്റ് 17 സംസ്ഥാന സർക്കാരും അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡും തമ്മിൽ തുറമുഖ നിർമ്മാണത്തിനും നടത്തിപ്പിനുമായി കൺസെഷൻ കരാറിൽ ഏർപ്പെട്ടത്. തുടർന്ന് 2015 ഡിസംബർ 5 തുറമുഖത്തിൻ്റെ 1-ാം ഘട്ടത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയുണ്ടായി. കൺസെഷൻ കരാർ പ്രകാരം 1-ാം ഘട്ടത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കേണ്ടിയിരുന്നത് 2019 ഡിസംബർ 3 എന്നാൽ പദ്ധതി നിർദ്ദിഷ്ട കാലയളവിനുള്ളിൽ പൂർത്തീകരിക്കാൻ കഴിയാതെ വന്നു. തുടർന്ന് സർക്കാരും അദാനി കമ്പനിയും തമ്മിലേർപ്പെട്ട സപ്ലിമെൻ്ററി കൺസെഷൻ കരാർ പ്രകാരം തുറമുഖത്തിൻ്റെ 1-ാം ഘട്ട പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച്
2024 ഡിസംബർ 3 വാണിജ്യാടിസ്ഥാനത്തിലുള്ള പ്രവർത്തനം ആരംഭിച്ചു. 2960 മീറ്റർ നീളത്തിലുള്ള പുലിമുട്ടിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ട്. ബി 2016-26 കാലയളവിൽ സംസ്ഥാന സർക്കാർ വിഴിഞ്ഞം തുറമുഖ പദ്ധതിക്കായി ചെലവാക്കിയിട്ടുള്ളത് 3085.52 കോടി രൂപയാണ്. സാർ, തുറമുഖ നിർമ്മാണത്തിന് ഗ്രാൻഡായി അദാനി കമ്പനിക്ക് നൽകേണ്ട 1635 കോടി രൂപയിൽ 817.80 കോടി രൂപയാണ് കേന്ദ്ര സർക്കാരിൻ്റെ വയബിലിറ്റി ഗ്യാപ്പ് സ്കീമിൽ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടായി പദ്ധതിക്ക് അനുവദിച്ചിട്ടുള്ളത്. പദ്ധതിക്കായി ഒപ്പിട്ട ത്രികക്ഷി കരാറിൻ്റെയും പ്രീമിയം ഷെയറിംഗ് എഗ്രിമെൻറ്റിൻ്റെയും അടിസ്ഥാനത്തിൽ അദാനി കമ്പനിക്ക് വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടായി 817.80 കോടി രൂപ പൂർണ്ണമായും ലഭ്യമാക്കിയിട്ടുണ്ട്. സി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ പദ്ധതി നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായി 475 കോടി രൂപയുടെ സമഗ്ര പുനരധിവാസ പാക്കേജിന് 2015 ഉമ്മൻചാണ്ടി സർക്കാർ അംഗീകാരം നൽകിയിരുന്നു. പദ്ധതി പ്രദേശത്ത് ഭാവിയിൽ തീരശോഷണം മൂലം വീട് നഷ്ടപ്പെടാൻ സാധ്യതയുള്ളവരുടെ പുനരധിവാസം കൂടി ഉറപ്പാക്കുന്നതായിരുന്നു പ്രസ്തുത പാക്കേജ്. തുറമുഖ നിർമ്മാണം മൂലം ജീവനോപാധി നഷ്ടപ്പെടുന്ന പ്രദേശവാസികളുടെ പരാതികൾ പരിഹരിക്കുന്നതിനും ജീവനോപാധി നഷ്ടപരിഹാരം നൽകുന്നതിനുമായി റവന്യൂ ഡിവിഷണൽ ഓഫീസർ തിരുവനന്തപുരം ചെയർമാനായ 5-അംഗ ലൈവ്ലിഹുഡ് ഇമ്പാക്റ്റ് അപ്രൈസൽ കമ്മിറ്റിയെയും ഇതിന്മേൽ ഉയരുന്ന അപ്പീലുകൾ പരിഗണിച്ച് പരിശോധിക്കുന്നതിന് ജില്ലാ കളക്ടർ തിരുവനന്തപുരം ചെയർമാനായ 5-അംഗ LIAC അപ്പീൽ കമ്മിറ്റിയെയും സർക്കാർ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. വിവിധ വിഭാഗങ്ങളിലായി നാളിതുവരെ 114.54 കോടി രൂപ ജീവനോപാധി നഷ്ടപരിഹാര ഇനത്തിൽ സർക്കാർ വിതരണം ചെയ്തിട്ടുണ്ട്. ഇതിൽ 2016 മുതൽ 26 വരെയുള്ള കാലയളവിൽ 106.54 കോടി രൂപയാണ് ജീവനോപാധി നഷ്ടപരിഹാരമായി വിതരണം ചെയ്തിട്ടുള്ളത്. ശ്രീമതി OS അംബിക. സാർ, ദൈവത്തിൻ്റെ സ്വന്തം നാടിൻ്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം പതിറ്റാണ്ടുകൾ പദ്ധതി കടലാസിൽ മാത്രം ഒതുങ്ങിയ പദ്ധതിക്ക് പുതുജീവൻ നൽകി വെക്കുകയും യാഥാർത്ഥ്യമാക്കിയത് സർക്കാർ LDF സർക്കാരാണ് കഴിഞ്ഞ കാലങ്ങളിൽ. എന്തേ പോട്ടെ, ചോദ്യത്തിലല്ലേ, ചോദ്യം ചോദിച്ചോളൂ, വേഗം ചോദ്യം ചോദിച്ചോളൂ. സാർ, വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ പുലിമുട്ടിൽ ഫ്ലോട്ടറുകൾ സ്ഥാപിച്ച് വൈദ്യുതി ഉൽപ്പാദനത്തിന് തിരമാലകളിൽ നിന്നുള്ള വൈദ്യുതി ഉൽപ്പാദനത്തിന് പദ്ധതിയുണ്ടോ? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. ക്ലിയർ ആയില്ലേ? അവസാനത്തെ ഉൽപ്പാദനത്തിന് പദ്ധതിയുണ്ടോ തിരമാലകളിൽ നിന്നുള്ള? സാർ, തീർച്ചയായിട്ടും ഒരു പോർട്ട് വരുമ്പോൾ നമ്മൾ ദീർഘവീക്ഷണത്തോടു കൂടിയാണ് ആലോചിക്കേണ്ടത്. പോർട്ടിൽ ഹാർബറിൽ നടക്കുന്ന ആക്ടിവിറ്റിക്ക് അപ്പുറം ഔട്ട് ഓഫ് ഹാർബർ ആക്ടിവിറ്റിക്കാണ് ഈ സർക്കാർ ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുക്കുന്നത്. കാരണം സർക്കാരിന് വരുമാനമുണ്ടാകാനും സാമ്പത്തിക നടപടികൾ എക്കണോമിക് ആക്ടിവിറ്റി കൂടുതൽ ഉണ്ടാകേണ്ടതും പോർട്ടിന് പുറത്താണ്. അപ്പോൾ പോർട്ടുമായി ബന്ധപ്പെട്ട കണക്ടിവിറ്റികൾ, ഇപ്പോൾ റെയിൽ കണക്ടിവിറ്റി തീർക്കാമെന്നാണ് പറഞ്ഞിരുന്നത്, പക്ഷേ ഒന്നും ആയില്ല 10 വർഷത്തിനിടയിൽ. റോഡ് കണക്ടിവിറ്റി തീർക്കാമെന്നാണ് പറഞ്ഞിരുന്നത്, സാർ ഒന്നും ആയില്ല. അത് സംസ്ഥാന സർക്കാരിൻ്റെ ബാധ്യതയായിരുന്നു, റോഡ് കണക്ടിവിറ്റിയും റെയിൽ കണക്ടിവിറ്റിയും. അത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല. വൈദ്യുതി ഉൽപ്പാദനത്തിനുള്ള കൂടുതൽ സാധ്യതകൾ തേടണം. കാരണം കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ട സബ്സിഡിയറി ഇൻഡസ്ട്രീസ്, ഇതുമായി ബന്ധപ്പെട്ട് പോർട്ട് റിലേറ്റഡ് ഇൻഡസ്ട്രീസ് ഉണ്ടാകണം, അതിൽ നിക്ഷേപം ഉണ്ടാകണം എന്നെല്ലാം ഗവൺമെൻറ് ആഗ്രഹിക്കുന്നു. സർ, അതിനാവശ്യമായ വൈദ്യുതി കണക്കാക്കി വൈദ്യുതി ഉൽപ്പാദനം അത് റിന്യൂവബിൾ എനർജി ആണോ മറ്റേതെങ്കിലും തരത്തിലുള്ള വൈദ്യുതിയാണോ എന്ന് ആലോചിച്ച് തീർച്ചയായും അതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കും. സെക്കൻഡ് ക്വസ്റ്റ്യൻ. അടിസ്ഥാന സൗകര്യ വികസനത്തിന് ചെലവഴിച്ച തുക വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിനത്തിലെ 817.8 കോടി രൂപ തിരിച്ചടക്കണമെന്നാണ് കേന്ദ്രത്തിൻ്റെ നിർദ്ദേശം. വിഴിഞ്ഞത്തിൻ്റെ കാര്യത്തിൽ മാത്രമാണ് ഈ നിബന്ധന. ഇതിൽ ഇളവ് നൽകണമെന്ന ആവശ്യം സംസ്ഥാനം അറിയിച്ചിരുന്നു. നിലവിലെ അവസ്ഥ വിശദീകരിക്കാം. സർ, ഇത് നേരത്തെ തന്നെ തിരിച്ചടയ്ക്കണമെന്ന് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്താണ് കേന്ദ്ര ഗവൺമെൻറ് ആവശ്യപ്പെട്ടത്. അത് ഇതുവരെ തിരിച്ചടച്ചിട്ടില്ല. കാരണം അത് കേന്ദ്രം തരേണ്ട ഫണ്ടാണ് എന്നുള്ള നിലപാടാണ് കഴിഞ്ഞ സർക്കാരും സ്വീകരിച്ചിട്ടുള്ളത്. ഈ സർക്കാരിൻ്റെയും നിലപാട് അത് തന്നെയാണ്. അതിൽ നിന്ന് വേറെ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. ശ്രീ സേവ്യർ ചിറ്റിലപ്പള്ളി. സാർ, വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം പ്രവർത്തിപ്പിക്കുന്ന അദാനി വിഴിഞ്ഞം പോർട്ട് ലിമിറ്റഡിൻ്റെ 49% ഓഹരി MSC ഗ്രൂപ്പിൻ്റെ ഉപവിഭാഗമായ ടെർമിനൽ ഇൻവെസ്റ്റ്മെൻറ്റ് ലിമിറ്റഡിന് കൈമാറുന്നതായുള്ള വാർത്ത നമ്മുടെ ഗവൺമെൻറ് എങ്ങനെ വിലയിരുത്തുന്നു എന്ന് വ്യക്തമാക്കാം. സർ, ഇത് സംബന്ധിച്ച വാർത്തകൾ സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. പക്ഷേ സർക്കാരിനോട് ഇതിനുള്ള അനുമതി തേടിയിട്ടില്ല. കൺസെഷനെയർ പ്രകാരം അതിലെ ക്ലോസ് 5.3 പ്രകാരം സർക്കാരിൻ്റെ അപ്രൂവൽ ഇല്ലാതെ
അവർക്ക് ഈ ഷെയർ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. സർക്കാരിൻ്റെ അനുമതി വേണം, സംസ്ഥാന സർക്കാരിൻ്റെ അനുമതി വേണം, ചില കാര്യങ്ങളിൽ കേന്ദ്ര സർക്കാരിൻ്റെ കൂടി അനുമതി വേണം. അങ്ങനെ അനുമതി ആവശ്യപ്പെട്ടുകൊണ്ട് അവർ വന്നിട്ടില്ല. ശ്രീ സി കെ ഹരീന്ദ്രൻ. സാർ, വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ രണ്ടാം ഘട്ട പണി ആരംഭിച്ചു കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത്. വളരെ മന്ദഗതിയിലാണ്. പരിശോധിച്ചിട്ടുണ്ടോ? എപ്പോൾ പൂർത്തിയാക്കാനാവും? അതോടൊപ്പം ക്രൂയിസ് കപ്പലുകളുമായി ബന്ധപ്പെട്ട അനുമതി ലഭിച്ചിട്ടുണ്ടോ? അതിനുള്ള നീക്കങ്ങൾ വല്ലതും ആരംഭിച്ചിട്ടുണ്ടോ? അനുബന്ധ വ്യവസായ വികസനത്തിനായി എത്രമാത്രം സ്ഥലം കണ്ടെത്തി? നടപടികളുടെ പുരോഗതി വ്യക്തമാക്കാം. മുഖ്യമന്ത്രി. സാറേ, യഥാർത്ഥത്തിൽ ഇതുമായി ബന്ധപ്പെട്ട അനുബന്ധ ഈ പദ്ധതിയുടെ രണ്ടാം ഘട്ടം പൂർത്തിയാക്കേണ്ടത് 2028-ലാണ്. ആ രണ്ടാം ഘട്ടം പൂർത്തിയാകുന്നതിനുള്ള സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ സഹായവും ഈ പോർട്ടിനുണ്ടാവും. രണ്ടാമത്തെ പ്രശ്നമെന്ന് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട സ്ഥലമേറ്റെടുപ്പുകളാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത്. അതെല്ലാം വളരെ മന്ദഗതിയിലാണ് പോകുന്നത്. കാരണം നമ്മൾ സ്ഥലം ഏറ്റെടുത്ത് ഇതിൻ്റെ അനുബന്ധ വ്യവസായങ്ങൾക്ക് സ്ഥലം ഏറ്റെടുത്ത് കൊടുത്തില്ലെങ്കിൽ തൊട്ട അയൽപ്പക്കത്തെ സംസ്ഥാനം അതിനുള്ള തയ്യാറെടുപ്പുകൾ നമ്മളെക്കാൾ വേഗത്തിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 5 വർഷക്കാലമായി തമിഴ്നാട് ഈ വിഴിഞ്ഞം പോർട്ടിൻ്റെ ആകാൻ വേണ്ടിയിട്ടുള്ള നല്ല ശ്രമങ്ങളാണ് തമിഴ്നാട് നടത്തിയിട്ടുള്ളത്. ദൗർഭാഗ്യവശാൽ ഈ പോർട്ടുമായി ബന്ധപ്പെട്ട പോർട്ട് റിലേറ്റഡ് ഇൻഡസ്ട്രി ഡെവലപ്പ് ചെയ്യേണ്ടതുമായി ബന്ധപ്പെട്ട സ്ഥലമേറ്റെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും വളരെ മന്ദഗതിയിലാണ് പോകുന്നത്. ഇപ്പോൾ സംസ്ഥാന സർക്കാർ വിഭാവനം ചെയ്തിരിക്കുന്ന ബജറ്റിൽ പറഞ്ഞിരിക്കുന്ന പോർട്ട് സിറ്റിയുടെ ഭാഗമായിട്ട് കൂടി നമ്മൾ ഈ ഔട്ട് ഓഫ് ഹാർബർ ഡെവലപ്മെൻറ്റ്, ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഔട്ട് ഓഫ് ഹാർബറിന് പുറത്തുള്ള ഡെവലപ്മെൻറ്റ് ഇല്ലെങ്കിൽ നമുക്ക് ഈ ഇങ്ങനെ ഒരു വിഴിഞ്ഞം തുറമുഖം മാത്രമായി അവശേഷിക്കും. അതൊരു ഗേറ്റ് വേ മാത്രമായിട്ട് അവശേഷിക്കും. സംസ്ഥാന സർക്കാരിന് ഈ സംസ്ഥാനത്തിന് എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ ഉണ്ടാകാൻ, കൂടുതൽ ജോലി സാധ്യതകൾ ഉണ്ടാകാൻ, സംസ്ഥാനത്തിൻ്റെ GST വരുമാനം വർദ്ധിപ്പിക്കാൻ, സംസ്ഥാനത്തിന് കൂടുതൽ ഇക്കണോമിക് ആക്ടിവിറ്റി ഉണ്ടായി നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ മെച്ചപ്പെടുത്താനുള്ള നല്ല അവസരമാണ് ഈ പോർട്ടുള്ളത്. പക്ഷേ അതിനനുബന്ധമായി സർക്കാർ ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ വളരെ മന്ദഗതിയിലാണ് പോയിരുന്നത്. ഞാൻ പറഞ്ഞല്ലോ, പോർട്ട് കണക്ടിവിറ്റിയും റോഡ് കണക്ടിവിറ്റിയും പ്രധാനമാണ്. ഈ റോഡ് കണക്ടിവിറ്റി ഉണ്ടായാൽ റോഡിൻ്റെ ഇരുവശങ്ങളിലും നമുക്ക് ഒരുപാട് സ്ഥലങ്ങൾ ഏറ്റെടുത്തുള്ള ചെയ്യണം. ഞങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ വന്നിട്ട് 1 മാസത്തിന് ശേഷമായിട്ടുള്ളൂ. ഈ 1 മാസത്തിനുള്ളിൽ ഇത് സംബന്ധിച്ച മുഴുവൻ കാര്യങ്ങളും ഞങ്ങൾ പഠനം നടത്തിയിട്ടുണ്ട്. കണ്ടെയ്നർ സ്റ്റേഷനുകൾ ആരംഭിക്കാൻ വേണ്ടിയിട്ടുള്ള വ്യവസായ വകുപ്പിൻ്റെ കീഴിലുള്ള സ്ഥാപനങ്ങളോട് അടിയന്തരമായി നടപടി സ്വീകരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതിനാവശ്യമായ സ്ഥലം കൊടുക്കാൻ വ്യവസായ വകുപ്പ് തയ്യാറായിട്ടുണ്ട്. ശ്രീ എം വിൻസെന്റ്. സർ, അങ്ങവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഔട്ട് ഓഫ് പോർട്ട് ഡെവലപ്മെൻറ്റ് ഉണ്ടാകാത്തതിന് കാരണം കഴിഞ്ഞ 10 വർഷമായിട്ടും റെയിൽ കണക്ടിവിറ്റി ആരംഭിക്കാൻ കഴിയാത്തതും റോഡ് കണക്ടിവിറ്റി പൂർത്തീകരിക്കാൻ കഴിയാത്തതുമാണ്. സർ, ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന പ്രശ്നം റെയിൽ കണക്ടിവിറ്റി അണ്ടർഗ്രൗണ്ട് ടണലിലൂടെയാണ് റെയിൽ കണക്ടിവിറ്റിക്ക് ഇപ്പോഴത്തെ സർക്കാർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ഉപരിതല റെയിൽവേ ആണ് അന്ന് ഡിസൈൻ ചെയ്തത്. സാറേ, ഈ ടണലിലൂടെയുള്ള റെയിൽപാത നിർമ്മാണം നടക്കുമ്പോൾ അതിൻ്റെ 2 വശങ്ങളിലും നോൺ ഡെവലപ്മെൻറ്റ് സോൺ ഉണ്ടാകുന്നു. സ്വാഭാവികമായും അതിൻ്റെ ഭൂവുടമകൾക്ക് യാതൊരു നഷ്ടപരിഹാരവും ലഭിക്കുന്നില്ല. മാത്രവുമല്ല, ഇതിൻ്റെ അലൈൻമെൻറ്റിനെ കുറിച്ച് പ്രാദേശികവാസികൾക്ക് ശക്തമായ എതിർപ്പുമുണ്ട്. മറ്റൊരു കാര്യം, 2ാം ഘട്ട വികസനം വരുമ്പോൾ അവിടുത്തെ ടൂറിസവും ആ പ്രദേശത്തെ മത്സ്യബന്ധനവും തടസ്സപ്പെടുന്ന രീതിയിലുള്ള ആശങ്കകൾ അവർ പറഞ്ഞിട്ടുണ്ട്. അതിന് ആ ബന്ധപ്പെട്ട ആശങ്കകൾ പ്രകടിപ്പിച്ചിട്ടുള്ള ആൾക്കാരുമായും ടൂറിസം മേഖലയുമായും എല്ലാം ചർച്ച ചെയ്ത് റെയിൽ കണക്ടിവിറ്റിയുടെ കാര്യത്തിലും 2ാം ഘട്ട വികസനത്തിൻ്റെ കാര്യത്തിലും ഉണ്ടാകുന്ന ആശങ്കകൾ പരിഹരിച്ച് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നടപടി സ്വീകരിക്കുമോ? ശരി, തീർച്ചയായും ബഹുമാനപ്പെട്ട കോവള അംഗം ശ്രദ്ധയിൽപ്പെടുത്തിയ കാര്യം, എന്തെങ്കിലും റെയിൽ കണക്ടിവിറ്റി നമുക്ക് നിർബന്ധമായി ഉണ്ടാകണം, റോഡ് കണക്ടിവിറ്റി ഉണ്ടാകണം, പോർട്ടുമായി ബന്ധപ്പെട്ട വികസനം ഉണ്ടാകണം. അതിന് അത്തരം വികസന സംരംഭങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രദേശവാസികൾക്ക് എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിൽ അവരുമായി സംസാരിച്ച് ആ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കുന്നതിന് ശ്രദ്ധിക്കും. പിന്നെ ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ട പരാതി ഈ പോർട്ട് തുടങ്ങിയ കാലം മുതൽ ആ ബന്ധപ്പെട്ട പരാതികൾ ഉള്ളതാണ്. സാർ, അത് അവർക്ക് ഏതെങ്കിലും തരത്തിൽ അവരെ ഗവൺമെൻറ് സഹായിക്കാൻ പറ്റുമോ എന്ന് പരിശോധിക്കും. ഒരു പോർട്ട് വന്നതുകൊണ്ട് അവിടെയുള്ള മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവന മാർഗം മുട്ടിപ്പോവുകയോ അല്ലെങ്കിൽ ടൂറിസം ഇൻഡസ്ട്രിക്ക് തകരാറുണ്ടാകുകയോ ചെയ്യുന്ന ഒരു നടപടിക്കും ഉണ്ടാകില്ല. അത് പരിഹരിക്കാൻ അത്തരം ആളുകളുമായി സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ടുള്ള കൂടിയാലോചനകൾ ഗവൺമെൻറ് നടത്തും. ശ്രീ കെ വി സുമേഷ്. സാറേ, തുറമുഖങ്ങളുടെ വികസനം വളരെ പ്രധാനമാണ്. നമ്മുടെ സമ്പദ്ഘടനയെ മെച്ചപ്പെടുത്തുന്നതിൽ വലിയ പങ്കുണ്ട്.
സർ, കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് മലബാറിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വപ്നങ്ങളിൽ ഒന്നാണ് അവിടെ മലബാർ ഇൻ്റർനാഷണൽ ഗ്രീൻഫീൽഡ് പോർട്ട് എന്നത്. മുഖ്യമന്ത്രി തന്നെ ചെയർമാനായിട്ടൊരു കമ്പനി രൂപീകരിക്കുകയും അത് പ്രോജക്റ്റ് അംഗീകരിച്ച് സെൻട്രൽ ഗവൺമെൻറ്റിന് സമർപ്പിച്ച് എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് ക്ഷണിച്ചു എന്നാണ് സാർ മനസ്സിലാക്കി. സാർ, ആ പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ അങ്ങ് ശക്തമായിട്ട് ഇടപെടുമോ എന്നതാണ് സാർ. തീർച്ചയായും സാർ, ഈ ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും വലിയ സ്വപ്ന പദ്ധതികളിൽ ഒന്നാണ് ഈ സംസ്ഥാനത്തെ മുഴുവൻ ഒരു പോർട്ട് സിറ്റിയാക്കി മാറ്റുക എന്നുള്ളത്. ഞാൻ നേരത്തെ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. 600 കിലോമീറ്റർ കടലും അതുപോലെ 2 അന്താരാഷ്ട്ര തുറമുഖങ്ങളും 17 മിനി തുറമുഖങ്ങളും ഒരു കണ്ടെയ്നർ ടെർമിനലുമുള്ള ചെറിയ പ്രോക്സിമിറ്റിയിലുള്ള ഒരു സ്ഥലമാണിത്. ഈ പോർട്ടുകളെയും മിനി പോർട്ടുകളെയും എല്ലാം ഡെവലപ്പ് ചെയ്ത് നമുക്ക് ലോജിസ്റ്റിക്സും അതുപോലെ ക്രൂയിസ് ഷിപ്പിങ്ങും എല്ലാം കൊണ്ടുവരികയും ഈ പോർട്ടുകളുമായി ബന്ധപ്പെട്ടൊരു വലിയ ടൗൺഷിപ്പുകൾ രൂപപ്പെട്ടു വരികയും അവിടെ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ, ഒരുപാട് നിക്ഷേപങ്ങൾ ഉണ്ടാകുകയും ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ തന്നെ സർക്കാർ ഈ പരിപാടിയിൽ പ്രഖ്യാപിച്ചപ്പോൾ തന്നെ ഒരുപാട് ആളുകൾ നിക്ഷേപങ്ങൾ നടത്താൻ തയ്യാറായി മുന്നോട്ട് വന്നിട്ടുണ്ട്. പല ഇക്കണോമിക് മോഡലുകൾ നമ്മൾ ഉണ്ടാക്കി. നേരത്തെ ഞാൻ സൂചിപ്പിച്ചു ബജറ്റ് പ്രസംഗത്തിൻ്റെ പലതരത്തിലുള്ള ഇക്കണോമിക് മോഡലുകൾ ഉണ്ടാക്കി സർക്കാരിന് പൂർണ്ണമായ പ്രാതിനിധ്യം ഉറപ്പാക്കുന്ന തരത്തിലുള്ള വിവിധ വികസന പദ്ധതികൾ ഇതുമായി ബന്ധിപ്പിക്കാൻ പറ്റും. മലബാറിൻ്റെ പോർട്ട് അത് രൂപീകരിച്ച് മുഖ്യമന്ത്രി ചെയർമാനായിട്ടുള്ള രൂപീകരിച്ചിട്ടുണ്ടെങ്കിലും അതിൻ്റെ പ്രവർത്തനങ്ങൾ ബഹുമാനപ്പെട്ട അംഗത്തിന് അറിയാവുന്നതാണ്. വളരെ മന്ദഗതിയിലാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ പോകുന്നത്. അതിനെ ഊർജ്ജസ്വലമാക്കാൻ ആ പോർട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ മലബാറിൽ ഇതിൻ്റെ അകത്ത് വലിയ വികസന സാധ്യത മലബാറിലുണ്ട്. ഈ അഴീക്കൽ പോർട്ടും അതുപോലെ ബേപ്പൂർ പോർട്ടും ഉൾപ്പെടെ അഴീക്കോടൊക്കെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വലിയ വികസന സാധ്യതകളുടെ ഒരു വാതിലാണ് തുറക്കപ്പെടുന്നത്. ഗവൺമെൻറ് അത് ഫസ്റ്റ് പ്രയോറിറ്റിയായി, ഒന്നാമത്തെ പരിഗണനയായി വെച്ചുകൊണ്ട് ഈ പോർട്ട് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തും. തീർച്ചയായും അതിലൊരു പ്രയോറിറ്റി ഈ മലബാറിലെ ഈ വികസന സംരംഭങ്ങൾക്കുണ്ടാവും. ശ്രീ നജീബ് കാന്തപുരം. സർ, ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ ഏറ്റവും മനോഹരമായ ഒരു സ്വപ്ന പദ്ധതിയാണ് യഥാർത്ഥത്തിൽ വിഴിഞ്ഞം പോർട്ട് എന്ന് പറയുന്നത്. അന്ന് ആരംഭിച്ച ആ ഒരു വലിയ പദ്ധതി ഇന്ന് കേരളത്തിന് 2ാം ജനറേഷനിലേക്ക് കടക്കുകയാണ്. ബഹുമാന്യനായ മുഖ്യമന്ത്രിയുടെ അദ്ദേഹത്തിൻ്റെ ബജറ്റ് പ്രസംഗത്തിൽ പറഞ്ഞ പോലെ വിഷൻ സമുദ്ര നമുക്കൊക്കെ വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ്. സർ, ഇതിനെ അക്കാഡമിയുമായി ഒന്ന് ബന്ധിപ്പിച്ചുകൊണ്ട് നമുക്ക് വരുന്ന ഒരു കാലത്തെ, പ്രത്യേകിച്ചും നമ്മൾ ഏറ്റവും കാലാനുസൃതമായി നമ്മുടെ അക്കാഡമിക് നിലവാരത്തിൽ പുതിയ പുതിയ കോഴ്സുകൾ കൊണ്ടുവരണം എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഇപ്പോൾ ലോകത്ത് തന്നെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു പഠന മേഖലയാണ്. അപ്പോൾ നമുക്ക് ഈ പോർട്ട് സിറ്റി എന്ന അങ്ങയുടെ ആശയത്തെ അക്കാഡമിയുമായി നമുക്ക് സമ്മിശ്രമായി നമുക്കൊരു സാധ്യത കൊണ്ടുവരാൻ അക്കാഡമിക് രംഗത്ത് കൂടി ഒരു ഇൻ്റർവെൻഷൻ ഉണ്ടാകുമോ? മുഖ്യമന്ത്രി. വളരെ പ്രസക്തമായൊരു ചോദ്യമാണ് ബഹുമാനപ്പെട്ട അംഗവിടെ ചോദിച്ചത്. കാരണം ഇതിന് അക്കാഡമിക് രംഗത്ത് ഒരുപാട് സാധ്യതകളുണ്ട്. കാരണം മാരിടൈം ഹിസ്റ്ററി ഉണ്ട്. അതൊരു വലിയ സബ്ജക്റ്റാണ്. ലോകം ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട സബ്ജക്റ്റാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ബജറ്റിൽ ഒരു അനൗൺസ്മെൻറ്റ് നടത്തിയത്. അന്താരാഷ്ട്ര നിലവാരമുള്ള ഒരു മാരിടൈം മ്യൂസിയം ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. ആ മാരിടൈം മ്യൂസിയം കാഴ്ചകൾ കാണാനുള്ളൊരു മ്യൂസിയം മാത്രമല്ല, അതിനെ അക്കാഡമിക് ലോകവുമായി ബന്ധപ്പെടുത്തുന്ന അക്കാഡമിക് പ്രോഗ്രാമുകൾ കൂടി ഈ മ്യൂസിയത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാകും. ലോകത്തിൻ്റെ മുഴുവൻ ഷോക്കേസ് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ നാടിൻ്റെയും രാജ്യത്തിൻ്റെയും ഈ മാരിടൈം ഹിസ്റ്ററി അനാവരണം ചെയ്യപ്പെടുന്ന, പോർച്ചുഗീസുകാർ കാപ്പാട് കടപ്പുറത്ത് ഇറങ്ങിയത്, ഡച്ചുകാരുടെ വരവ്, ബ്രിട്ടീഷുകാരുടെ വരവ്, കുഞ്ഞാലിമരക്കാർ നടത്തിയ വീരോചിതമായ പോരാട്ടം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പുതിയ തലമുറയിലേക്ക് പകർന്നു കൊടുക്കുന്നതിനുള്ള സംവിധാനം ഉണ്ടാവും. മാരിടൈം ഹിസ്റ്ററി, അതുപോലെ ലോജിസ്റ്റിക്സ് ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു അന്താരാഷ്ട്ര വിഷയമാണ്. മൂന്നാമത് മാരിടൈം ലോ. നമുക്ക് ബോംബെ കേന്ദ്രീകരിച്ച് ആണ് മാരിടൈം ലോയുമായി ബന്ധപ്പെട്ട ആർബിട്രേഷനുകളും മറ്റുമുള്ളത്. ഇപ്പോൾ തന്നെ പല കോളേജുകളിലും, തിരുവനന്തപുരത്ത് തന്നെ മാറിവാനിയസ് കോളേജിൽ LLM-ൻ്റെ കോഴ്സ് ഈ പോർട്ട് വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ LLM മാരിടൈം ആരംഭിച്ചിട്ടുണ്ട്. ഞാൻ ആ പരിപാടിയിൽ പങ്കെടുത്തതാണ്. അപ്പോൾ ഒരുപാട് മാരിടൈം ലോ, ലോജിസ്റ്റിക്സ് തുടങ്ങിയ നിരവധി കോഴ്സുകൾ, നിരവധി സബ്ജക്റ്റുകൾ കൂടി, തൊഴിൽ സാധ്യതയുള്ള നിരവധി അക്കാഡമിക് പ്രോഗ്രാമുകൾ കൂടിയുള്ള സാധ്യത വഴിതുറക്കും. ഗവൺമെൻറ് ഗൗരവതരമായി അത് ഈ പോർട്ട് സിറ്റിയുടെ ഭാഗമായി അതിന് പ്രത്യേകമായ പ്രാധാന്യം കൊടുക്കും. ശ്രീ സജി ചെറിയാൻ. സാർ, നമ്മുടെ ഈ വിഴിഞ്ഞം പോർട്ട് വരുന്നതോടുകൂടി നിലവിൽ തന്നെ ഒരുപാട് ആളുകളെ അവിടെ നിന്ന് മാറ്റി താമസിപ്പിച്ചിട്ടുണ്ട്.
ഈ കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് നമ്മൾ ഈ വിഷയത്തിൽ ഇടപെട്ടതുകൊണ്ട് ഒരു കാര്യം പറയാനാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഈ 13,000 കോടി രൂപ അല്ലെങ്കിൽ ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് വരികയാണ്. അപ്പോൾ ഒരുപാട് സ്ഥലം നമ്മൾ ഏറ്റെടുക്കേണ്ടി വരും. സർ, അവിടെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ കൺജസ്റ്റഡ് ആണ്. വളരെ 1-2 സെൻറ്റ് സ്ഥലങ്ങളാണ് മത്സ്യത്തൊഴിലാളി മുഴുവൻ താമസിക്കുന്നത്. അവർക്ക് എത്ര നമ്മൾ സപ്പോർട്ട് ചെയ്താലും പരിമിതികളുണ്ട്. അവർക്ക് ഇനി അവിടെ താമസിക്കാൻ കഴിയില്ല. അപ്പോൾ അവിടെ ഒരുപാട് ആളുകളെ മാറ്റിപ്പാർപ്പിക്കേണ്ടി വരും. ഒരു പ്രത്യേക പുനരധിവാസ പാക്കേജ്, അതായത് കെട്ടിടം കെട്ടിക്കൊടുത്ത് നല്ല സൗകര്യത്തോടു കൂടി ഭൂമി ഏറ്റെടുത്ത് അവർക്ക് പ്രയാസം ഉണ്ടാകുന്ന ഒരു പ്രത്യേക പാക്കേജ് ഇതിനകത്ത് വരുന്നില്ല. നമ്മുടെ ഈ നിലവിലുള്ള ഇതിനകത്ത് വരുന്നില്ല. അപ്പോൾ ഒരു പ്രത്യേക പാക്കേജ് തൊഴിലാളിക്ക് വേണ്ടി ഉണ്ടാക്കാൻ ശ്രമിക്കുക. മുഖ്യമന്ത്രി സർ, പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇന്നത്തെ ലോകത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ വികസനത്തെക്കുറിച്ച് മാത്രമാണ് സംസാരിക്കുന്നത്, ഡെവലപ്മെൻറ്റിനെ കുറിച്ച് മാത്രമാണ് സംസാരിക്കുന്നത്. സർ, ഓരോ പ്രദേശത്ത് ഡെവലപ്മെൻറ്റ് ഉണ്ടാകുമ്പോൾ അവിടെ ഡെവലപ്മെൻറ്റ് വിക്ടിംസ് എന്ന് പറയുന്ന വികസനത്തിൻ്റെ ഇരകൾ ഉണ്ടാകുന്നുണ്ട്. ഓരോ വികസന പാക്കേജിനോടൊപ്പം ആ വികസനത്തിൻ്റെ ഇരകളെ ഡെവലപ്മെൻറ്റ് വിക്ടിംസിനെ റീഹാബിലിറ്റേറ്റ് ചെയ്യാനുള്ള പ്രോജക്റ്റുകൾ ഉണ്ടാകണം. അത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഉമ്മൻചാണ്ടിയുടെ സർക്കാർ വിഴിഞ്ഞം പോർട്ട് വന്നപ്പോൾ പ്രത്യേകമായി 475 കോടി രൂപയുടെ ഒരു പ്രോജക്റ്റ് വെച്ചത്. നമുക്കറിയാം, ഇത് ക്ലൈമറ്റ് ചേഞ്ച് വന്നതിന് ശേഷം തീരെ ശോഷണം ഉണ്ടാകുകയാണ്. ഇപ്പോൾ ഒരു പ്രദേശത്ത് 14,000 മീറ്റർ ദൂരത്തിൽ ഒരു ഭിത്തി വരുമ്പോൾ, കടൽ ഭിത്തിയാണ് വരുന്നത് പോർട്ടിൻ്റെ ഭാഗമായിട്ട്, അത്രയും പ്രദേശത്ത് കടലാക്രമണം ഉണ്ടാവില്ല. പക്ഷേ ബാക്കിയുള്ള ഭാഗത്തേക്കുള്ള കടലാക്രമണം രൂക്ഷമാകുകയും ചെയ്യും. അതൊരു സാധ്യതയാണ്. അപ്പോൾ ഞാൻ തന്നെ ഈ നിയമസഭയിൽ വന്ന് വലിയ തുറയിൽ സിമൻറ്റ് ഗോഡൗണിൽ കടന്നിരുന്ന കുടുംബങ്ങളെക്കുറിച്ച് ഈ നിയമസഭയിൽ വന്ന് കൈകൂപ്പി സംസാരിച്ചിട്ടുണ്ട്, അവരെ റീഹാബിലിറ്റേറ്റ് ചെയ്യണമെന്ന്. ഈ ഗവൺമെൻറ്റിൻ്റെ പോളിസി ഏത് ഡെവലപ്മെൻ്റ് ഉണ്ടായാലും അതിനോടനുബന്ധിച്ച് ഡെവലപ്മെൻറ്റ് വിക്ടിംസ് ഉണ്ടായാൽ അവരെ ചേർത്ത് പിടിക്കുന്ന സമീപനം തന്നെയായിരിക്കും. ഈ വിഴിഞ്ഞം അതാണ് പോർട്ട് സിറ്റി അനൗൺസ് ചെയ്തപ്പോൾ തന്നെ ഗവൺമെൻറ് ഒരു കാര്യം പറഞ്ഞു. എന്താ പറഞ്ഞത്? ഈ പോർട്ട് സിറ്റിയുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന തൊഴിലവസരങ്ങളിൽ 1/3 ഭാഗമെങ്കിലും തീരപ്രദേശത്ത് ജീവിക്കുന്ന സാധാരണക്കാരുടെ മക്കൾക്ക് കൊടുക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. നമുക്കെന്താ ഒരു അഡ്വാൻറ്റേജ്? നമ്മുടെ ഏത് ഗ്രാമത്തിൽ ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയറെ കിട്ടും, മെക്കാനിക്കൽ എഞ്ചിനീയറെ കിട്ടും, ഒരു MBA-കാരനെ കിട്ടണോ? കിട്ടും. MCA വേണോ? എല്ലാ വിദ്യാഭ്യാസ യോഗ്യതയുള്ളതും ടാലൻറ്റ് ഉള്ളതുമായ ആളുകൾ നമ്മുടെ എല്ലാ സ്ഥലത്തും ഉണ്ട്. അപ്പോൾ അവർക്ക് ഒരേ അവസരത്തിൽ ഏത് സ്ഥലത്ത് വികസനം വന്നാലും ആ വികസനം നടക്കുന്ന സ്ഥലത്തെ ജനങ്ങളുടെ ജീവിത നിലവാരത്തിനു കൂടി മാറ്റമുണ്ടാകണം എന്നുള്ള ഒരു ഉദ്ദേശം ഈ ഗവൺമെൻറ്റിനുണ്ടാകും. ആ പ്രദേശത്തെ ജനങ്ങൾക്കുണ്ടാകുന്ന എല്ലാ സങ്കടങ്ങളോടൊപ്പം കൂടെ നിൽക്കുകയും അവരുടെ ജീവിത നിലവാരം ഉയർത്താനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും. ശ്രീ ചാണ്ടിയമ്മൻ. കേരളത്തിൻ്റെ സമഗ്രമായ വികസനത്തിന് വേണ്ടിയാണ് ഉമ്മൻചാണ്ടി സർക്കാർ വിഴിഞ്ഞം പദ്ധതി ആസൂത്രണം ചെയ്തത്. പക്ഷെ ആ പദ്ധതിക്കെതിരെ 6,000 കോടി രൂപയുടെ അഴിമതിയാണ് സാർ ആ സമയത്ത് ഉന്നയിച്ചത്. അപ്പം അതിനെ എന്തുകൊണ്ടായിരിക്കും ഉന്നയിച്ചത്? തടസ്സപ്പെടുത്താൻ വേണ്ടിയാണോ? ഒപ്പം ഇത് അന്വേഷിച്ച ജസ്റ്റിസ് രാമേന്ദ്രൻ നായർ കമ്മീഷൻ്റെ കണ്ടെത്തലൊന്ന് വിശദീകരിക്കാമോ? ബഹുമാനപ്പെട്ട സാറേ, ഇത് നമ്മുടെ നാട്ടിൽ പണ്ട് മുതലേ ഉള്ളൊരു ശീലമാണ്. നല്ല പ്രധാനപ്പെട്ട സംരംഭങ്ങളിലേക്ക് പോകുമ്പോൾ, പ്രധാനപ്പെട്ട പദ്ധതികളിലേക്ക് പോകുമ്പോൾ നാടിൻ്റെ മുഖച്ഛായ മാറ്റാനുള്ള പദ്ധതികളുമായി ഭരണാധികാരികൾ രംഗത്തിറങ്ങുമ്പോൾ അതിനെതിരായിട്ടുള്ള ഒരുപാട് വിമർശനങ്ങൾ ഉണ്ടാകുക, ആക്ഷേപങ്ങൾ ഉണ്ടാകുക എന്നാണ്. ഇതെല്ലാം നമുക്കറിയാം. നമ്മളെപ്പോഴും ആവർത്തിച്ച് ക്ലീഷേ വന്ന ഒരു വാചകമുണ്ട്. ട്രാക്ടർ വന്നപ്പോഴും നമ്മുടെ കമ്പ്യൂട്ടർ വന്നപ്പോഴും ഒക്കെ ഈ സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ വിഴിഞ്ഞം പോർട്ട് വന്നപ്പോൾ അതൊരു 6,000 കോടി രൂപയുടെ ഒരു റിയൽ എസ്റ്റേറ്റ് ഇടപാടാണ് എന്നുള്ളൊരു ആരോപണം പറഞ്ഞിരുന്നു. അന്ന് ആരോപണം ഉന്നയിച്ച ആളുകളാണ് ഇന്ന് വിഴിഞ്ഞം പോർട്ടിൻ്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കുന്നത് എന്നുള്ളത് ചരിത്രത്തിൻ്റെ മറ്റൊരു വിരോധാഭാസമാണ്. പക്ഷേ CN രാമേന്ദ്രൻ നായർ കമ്മിറ്റി ഇത് അന്വേഷിക്കുകയും ഒരു തരത്തിലുള്ള അഴിമതിയോ ഒരു തരത്തിലുള്ള അവിഹിത ഇടപാടുകളോ ഈ കൺസെഷനെയറുമായി ബന്ധപ്പെട്ടില്ലെന്നും അത് സംസ്ഥാനത്തിൻ്റെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാനും സംസ്ഥാനത്തിൻ്റെ ഭാവിയെ സുരക്ഷിതമാക്കാനുമുള്ള മികച്ച ഒരു പദ്ധതിയാണെന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ് കൂടിയാണ് ആ ജുഡീഷ്യൽ കമ്മീഷൻ്റെ റിപ്പോർട്ട് എന്ന് ഞാൻ പ്രത്യേകം പരാമർശിക്കാൻ ആഗ്രഹിക്കുന്നു. ശ്രീ ഫൈസൽ ബാബു. സാർ, ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ശുഭകരമായ വാർത്തകളാണ് ഓരോ ദിവസം വരുന്നത്. കഴിഞ്ഞ ദിവസം വന്നൊരു വാർത്ത, ലോകത്തിലെ ഏറ്റവും വലിയ ഷിപ്പിംഗ് കമ്പനിയായ MSC ഗ്രൂപ്പ് 13,000 കോടിയുടെ നിക്ഷേപം വിഴിഞ്ഞത്ത് നടത്താൻ പോകുന്നു എന്നതാണ്. എൻ്റെ ചോദ്യം ഇതാണ്: വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ വികസന ഫലങ്ങൾ മലബാർ മേഖലയിലേക്കും വ്യാപിപ്പിക്കുന്നതിന് ബേപ്പൂർ തുറമുഖം ആധുനികവൽക്കരിക്കുകയും അവിടെ ഒരു മൈനർ കണ്ടെയ്നർ ട്രാൻസ്മാൻഷിപ്പ് അല്ലെങ്കിൽ ഫീഡർ കണ്ടെയ്നർ ടെർമിനൽ
സ്ഥാപിക്കുന്നതിൻ്റെ സൂചനകളൊക്കെ നേരത്തെ CM ഇവിടെ പറഞ്ഞിരുന്നു. അതിൻ്റെ നടപടികൾ ആരംഭിച്ചിട്ടുണ്ടോ? അതിന് പ്രത്യേകമായ പദ്ധതികളുണ്ടോ? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. സാർ, ഈ MSC കമ്പനി ഇൻവെസ്റ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഞാൻ നേരത്തെ അംഗം ചോദിച്ച ചോദ്യത്തിന് മറുപടി പറഞ്ഞു. സർക്കാരിൻ്റെ മുമ്പിൽ ഫയലൊന്നും വന്നിട്ടില്ല. സർക്കാരിൻ്റെ അനുമതിയോടുകൂടി മാത്രമേ അത്തരമൊരു നിക്ഷേപം നടത്താൻ പറ്റുള്ളൂ. സർക്കാരിൻ്റെ മുമ്പിൽ അത്തരമൊരു കാര്യം വന്നാൽ സർക്കാർ അത് പരിശോധിക്കും. വിഴിഞ്ഞം തുറമുഖം മാത്രമല്ല, കേരളം മുഴുവൻ ഒരു തുറമുഖ നഗരമാക്കാനുള്ള ഒരു പദ്ധതി. വിഴിഞ്ഞം ഒരു പ്രധാന പോർട്ടാണ്. കൊച്ചി പോർട്ടുണ്ട്, കണ്ടെയ്നർ ടെർമിനലുണ്ട്, അതുമായി ബന്ധപ്പെട്ട നിരവധി കാര്യങ്ങളുണ്ട്, നിരവധി പദ്ധതികളുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കിട്ടേണ്ട ഒരു പരമ്പരാഗതമായൊരു തുറമുഖമാണ് ബേപ്പൂർ. തീർച്ചയായിട്ടും ബേപ്പൂരിന് അതിൽ വലിയ പ്രാധാന്യം ഉറപ്പായി ഉണ്ടാകും. ഇപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഡെവലപ്പ് ചെയ്യുന്ന പ്രധാനപ്പെട്ട കംപ്ലീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പോർട്ടുകൾ, ഒന്ന് കോവളം വിഴിഞ്ഞം, അതൊരു പോർട്ട്. കൊല്ലം, അഴീക്കൽ, ബേപ്പൂർ, ഈ കാര്യങ്ങൾക്കാണ് ആദ്യത്തെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ആദ്യത്തെ ലോജിസ്റ്റിക്സ് തന്നെ, നമ്മൾ ആദ്യം യാത്ര ചെയ്യുന്ന ലോജിസ്റ്റിക്സ് തന്നെ ഈ തീരങ്ങളിൽ അണയാൻ വേണ്ടിയിട്ട്, ഈ പോർട്ടുകളിൽ അണയാൻ വേണ്ടിയിട്ടുള്ള സംവിധാനവും അതിനോടുള്ള അനുബന്ധ സംവിധാനങ്ങളും ഈ പോർട്ടുകളിൽ ഉടൻ തന്നെ ഏർപ്പെടുത്തും. നിയമസഭാ സമ്മേളനം കഴിഞ്ഞാൽ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഒരു ടീം തന്നെ ഈ പോർട്ടുകൾ സന്ദർശിച്ച് അവിടെയുള്ള കുറവുകൾ മനസ്സിലാക്കി അടിയന്തരമായി ആ കുറവുകൾ പരിഹരിക്കുന്നതിനുള്ള നടപടികൾ ഉണ്ടാകണം. നമുക്ക് ഈ വർഷം തന്നെ നമുക്ക് ക്രൂയിസ് ഷിപ്പിംഗ് തുടങ്ങാനും ലോജിസ്റ്റിക്സ് തുടങ്ങാനും ഉള്ള ആഗ്രഹത്തിലാണ് ഗവൺമെൻറ്. അതിനുള്ള പ്രാരംഭമായ നടപടികൾ ഗവൺമെൻറ് ആരംഭിച്ചിട്ടുണ്ട്. വളരെ വേഗത്തിൽ അതിനുള്ള നടപടികൾ പൂർത്തിയാക്കും. ശ്രീ VT ബൽറാം. സർ, വികസനത്തിന് ഇരകളുണ്ടാകാൻ പാടില്ല എന്നുള്ള അങ്ങയുടെ അഭിപ്രായം തീർച്ചയായിട്ടും സ്വാഗതാർഹമാണ്. സർ, ഇവിടെ അങ്ങ് തന്നെ ഉത്തരത്തിൽ ചൂണ്ടിക്കാണിച്ചതുപോലെ 475 കോടി രൂപയുടെ ഒരു സമഗ്ര പുനരധിവാസ പാക്കേജാണ് 2015 ഉമ്മൻചാണ്ടി സർക്കാർ ഈ വിഴിഞ്ഞത്തെ ഇരകൾക്ക് വേണ്ടി നീക്കിവെച്ചിരുന്നത്, അതിനുവേണ്ടി ആ നിലയിലുള്ള പദ്ധതി ആസൂത്രണം ചെയ്തിരുന്നത്. പക്ഷേ നാളിതുവരെ 114 കോടി രൂപ മാത്രമാണ്, അതായത് 25% താഴെ തുക മാത്രമാണ് ആ നിലയിൽ കഴിഞ്ഞ 10 വർഷത്തിനകത്ത് ചെലവഴിച്ചത്. അപ്പോൾ പുനരധിവാസം ഇനിയും പൂർത്തീകരിക്കപ്പെടാനുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. സർ, 5 ലക്ഷം രൂപയാണ് ഈ പറയുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് അവരുടെ ഒരു ആജീവനാന്തമുള്ള ഉപജീവന മാർഗം നഷ്ടപ്പെടുന്നതിൻ്റെ ഭാഗമായിട്ട്, അവരുടെ ലൈഫ് ടൈം ഇൻകം നഷ്ടപ്പെടുന്നതിൻ്റെ ഭാഗമായിട്ട് നൽകുന്നത്. ഇത് അപര്യാപ്തമാണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അത് പരിശോധിച്ചുകൊണ്ട് അവർക്ക് കൂടുതൽ നഷ്ടപരിഹാരം നൽകാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം ഉണ്ടാവുമോ? തീർച്ചയായും സാർ, ഈ പുനരധിവാസ പാക്കേജ് എന്ന് പറയുന്നത് അതൊരു വഴിപാട് നടപടിയല്ല. ഒരു സ്ഥലത്ത് വികസനം വരുമ്പോൾ അതിൻ്റെ പേരിൽ കുടിയൊഴിക്കപ്പെടുന്നവരും തെരുവിലേക്ക് വലിച്ചഴിക്കപ്പെടുന്നവരും ചേരികളിലേക്ക് എറിയപ്പെടാനുമുള്ള ഒരു സമൂഹം പാടില്ല. നമ്മളൊരു കേരള സമൂഹം ഒരു പുരോഗമന സമൂഹമാണ്. ഒരു വികസനം ഉണ്ടാകുമ്പോൾ ആ വികസനത്തിൻ്റെ ഇരകൾ തെരുവിലൂടെ പോകുന്നതും ഭൂരഹിതരായി അവർ തെരുവിലൂടെ അലയുന്നതും ഒരു സർക്കാരിനും ഭൂഷണമല്ല. അതുകൊണ്ട് അക്കാര്യത്തിൽ പ്രത്യേകമായ പാക്കേജും പ്രത്യേകമായ ശ്രദ്ധയും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്ന് ഞാൻ ഈ സഭയ്ക്ക് ഉറപ്പ് നൽകുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 153 ശ്രീ GR അനിൽ, ബഹുമാനപ്പെട്ട ആരോഗ്യ ദേവസ്വം വകുപ്പ് മന്ത്രി. സാർ, സംസ്ഥാനത്ത് 2026 ഒരു നിപ കേസാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഈ വർഷം ജൂൺ 23 വരെ 241 സ്ഥിരീകരിച്ച ഷിഗല്ല കേസുകളും 15,882 ഡെങ്കി കേസുകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ശക്തമായ രോഗനിരീക്ഷണ ശൃംഖലയിലൂടെയും രോഗപ്രതിരോധ പ്രവർത്തനങ്ങളിലൂടെയും ഈ പകർച്ചവ്യാധികളെ നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചിട്ടുണ്ട്. അനാരോഗ്യമായിട്ടുള്ള ഭക്ഷണശീലം, ശാരീരിക വ്യായാമത്തിൻ്റെ അഭാവം, പുകയില, മദ്യപാനം, മാനസിക സമ്മർദ്ദം, ജലസ്രോതസ്സുകൾ ഉൾപ്പെടെയുള്ള പരിസ്ഥിതി മലിനീകരണം, കീടനാശിനികളുടെയും രാസവളങ്ങളുടെയും അശാസ്ത്രീയമായിട്ടുള്ള ഉപയോഗം തുടങ്ങിയവ കേരളീയരുടെ ആരോഗ്യത്തിനെ പ്രതികൂലമായി ബാധിക്കുന്നതായി പഠന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ഇവയുടെ ഫലമായി ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിക്കുകയും മനുഷ്യ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ സംവിധാനം ദുർബലപ്പെടുന്നതുമായ വഴി അണുബാധകളെ പ്രതിരോധിക്കാനുള്ള ശേഷി കുറയുന്നു. സാർ, ഇത് വളരെ ദീർഘമായിട്ടുള്ളൊരു മറുപടിയാണ്. അതുകൊണ്ട് ശ്രീ GR അനിൽ. സാർ, നമ്മുടെ സംസ്ഥാനത്ത് ഫലപ്രദമായി ഹരിതകർമ്മസേന പ്രവർത്തിക്കുന്നുണ്ട്. സാർ, ഹരിതകർമ്മസേന ശേഖരിക്കുന്ന പാഴ്വസ്തുക്കൾ ശാസ്ത്രീയമായ പരിപാലനത്തിന് പോകാതെ കെട്ടിക്കിടക്കുന്ന സ്ഥിതി അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ട് കാണും. അതുമായി ബന്ധപ്പെട്ട് അതോടൊപ്പം തന്നെ ഈ സ്ക്രാപ്പ് ബിസിനസ് സ്ഥാപനങ്ങളുടെ പരിസരത്തും തുറസായ സ്ഥലങ്ങളിലുമെല്ലാം തന്നെ നന്നായി മാലിന്യ കെട്ടിക്കിടക്കുന്ന അവസ്ഥയുണ്ട്.
ഇത് കൊതുകുജന്യ രോഗങ്ങൾ വർദ്ധിപ്പിക്കാൻ ഇടയാക്കുന്ന ഒന്നാണ്. ഇതിന് തദ്ദേശ സ്വയംഭരണ വകുപ്പും ആരോഗ്യവകുപ്പും സംയുക്തമായി എന്തൊക്കെ സംരംഭങ്ങളാണ് ഇതിനെ പ്രതിരോധിക്കാൻ, ഇതിനെ തടയുവാൻ വേണ്ടി നീങ്ങുന്നത് എന്നതിനെ സംബന്ധിച്ച് വിശദീകരിക്കാം. മിനിസ്റ്റർ. സാർ, ഇവിടെ ബഹുമാനപ്പെട്ട അംഗം സൂചിപ്പിച്ചൊരു കാര്യം വളരെ ശരിയാണ്. ഹരിതകർമ്മസേന മികച്ച സേവനമാണ് നടത്തുന്നത്. ആദ്യമായിട്ട് ഇതിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നത് ഞാൻ MLA ആയിരുന്നപ്പോൾ കൊടപ്പനക്കുന്ന് കൃഷി ഓഫീസിനോടനുബന്ധമായിട്ടാണ് ഈ ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം ആരംഭിക്കുന്നത്. പിന്നെ അത് സ്റ്റേറ്റ് മുഴുവൻ വ്യാപിച്ചു. പക്ഷെ അവർ നന്നായി ഇത് വേസ്റ്റൊക്കെ കളക്ട് ചെയ്ത്, പക്ഷേ ഇന്നത്തെ ഒരു അവസ്ഥ നമ്മൾക്ക് ഒരു പ്രയാസം എന്താണെന്ന് പറഞ്ഞാൽ ഈ കളക്ട് ചെയ്യുന്ന മാലിന്യങ്ങൾ സംസ്കരിക്കാനുള്ള സംസ്കരണ യൂണിറ്റുകളുടെ അഭാവം നമ്മുടെ സംസ്ഥാനത്ത് വളരെ കൂടുതലാണ്. പക്ഷേ എൻ്റെ തന്നെ അനുഭവത്തിൽ പലപ്പോഴും മാലിന്യ സംസ്കരണ യൂണിറ്റുകൾ സ്ഥാപിക്കാൻ ചെല്ലുമ്പോൾ ആ പ്രദേശത്തുള്ള ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട് അതിനെ എതിർക്കുക. അത് കാരണം ഈ കളക്ട് ചെയ്യുന്ന മാലിന്യങ്ങൾ സംസ്കരിക്കാനുള്ള ഒരു പ്രയാസം ഇന്ന് വ്യാപകമായിക്കൊണ്ടിരിക്കും. അതിൽ രാഷ്ട്രീയ വ്യത്യാസമില്ല. അപ്പോൾ ഒരു പ്രദേശത്തിൽ ഒരു മാലിന്യ സംസ്കരണ യൂണിറ്റ്, ഞാൻ തന്നെ MLA ആയിരുന്നപ്പോൾ ഒരു മാലിന്യ സംസ്കരണ യൂണിറ്റിന് വേണ്ടി ഫണ്ട് കൊടുത്തു. പക്ഷേ ആ ഫണ്ട് ചിലവഴിക്കാൻ കഴിഞ്ഞില്ല. കാരണം അതിൻ്റെ അങ്ങനെ വാർത്ത വന്നപ്പോൾ തന്നെ ശക്തമായിട്ടുള്ള എതിർപ്പുണ്ടാവുകയാണ്. അപ്പോൾ ഇതാണ് മാലിന്യ സംസ്കരണത്തിൽ നമുക്കുള്ളൊരു ഏറ്റവും വലിയൊരു പ്രയാസം എന്ന് പറയുന്നത്. മാലിന്യം കളക്ട് ചെയ്യാതിട്ടല്ല. ഏതായാലും മാലിന്യ സംസ്കരണത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് ശക്തമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കേണ്ടി വരും. പുതിയ പുതിയ മാലിന്യ സംസ്കരണ യൂണിറ്റുകൾ, പഴയ സംവിധാനമല്ല. പണ്ട് വിളപ്പിൽശാലയിലെ പരാതിയെ തുടർന്നാണ് ഈ മാലിന്യ സംസ്കരണത്തിനെക്കുറിച്ച് ഇത്രയും എതിർപ്പുണ്ടായത്. ആ കാലഘട്ടം മാറി സാർ. ഒരുപാട് മോഡേൺ ആയിട്ടുള്ള എക്യുപ്മെൻറ്റ്സുകൾ ഇപ്പോൾ വരുന്നുണ്ട്. അതുകൊണ്ട് മാലിന്യ സംസ്കരണത്തിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കാനും അതോടൊപ്പം തന്നെ വിവിധ വകുപ്പുകളുടെ ഏകോപനം, ആരോഗ്യവകുപ്പ് മാത്രം പോരാ, തദ്ദേശ സ്വയംഭരണ വകുപ്പ്, അതുപോലെ തന്നെ ജലവിഭവ വകുപ്പ്, മറ്റ് അനുബന്ധ വകുപ്പുകളുമായി ചേർന്നുകൊണ്ട് ഒരു ശക്തമായിട്ടുള്ള പ്രതിരോധ നടപടികളാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ സ്വീകരിച്ചു വരുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ. സർ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ കോളറ തുടങ്ങിയ ജലജന്യ രോഗങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള വാർത്തകൾ പത്രങ്ങളെല്ലാം തന്നെ പ്രസിദ്ധീകരിച്ചതാണ് സാർ. അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അടിസ്ഥാനത്തിൽ ആ കണക്കുകൾ ശേഖരിക്കുകയും അതുമായി ബന്ധപ്പെട്ട് ജലപരിശോധന, വെള്ളത്തിൻ്റെ പരിശോധന എത്ര കണ്ട് നടന്നുവെന്നും അതിൻ്റെ അവസ്ഥയെ സംബന്ധിച്ച് ഉള്ള വിവരം വെളിപ്പെടുത്താമോ സാർ? യെസ് മിനിസ്റ്റർ. സാർ, അതിൽ ആരോഗ്യവകുപ്പ് പരിശോധിച്ച് ഇപ്പോൾ പരിശോധന വ്യാപകമാക്കിയിട്ടുണ്ട്. നമ്മൾ ഈ രോഗം വരുന്ന മറച്ചു വെച്ചിട്ട് കാര്യമില്ല. രോഗം വരുമ്പോൾ അതിനെ പ്രതിരോധിക്കാനുള്ള മാർഗ്ഗങ്ങളാണ് സ്വീകരിക്കേണ്ടത്. സാർ, കോളറ ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. അതേ സമയത്ത് തന്നെ ഡെങ്കിപ്പനി, ഞാൻ പറയുന്ന കണക്ക് സാർ, ജനുവരി 1 മുതൽ ഇപ്പോൾ ജൂൺ 30 വരെയുള്ള ഇന്നലെ വരെയുള്ള കണക്ക് ഇപ്പോൾ കയ്യിലുണ്ട്. അതിൽ ഡെങ്കിപ്പനിയുടെ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് 17,900 കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മരണം 36 മരണം സംഭവിച്ചിട്ടുണ്ട്. മലമ്പനി 432, മരണം 3. എലിപ്പനി 1676, മരണം 66. വയറിളക്കം ഏതാണ്ട് ലക്ഷത്തിൻ്റെ കണക്കാണ്, 3,26,000 റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മരണം 7 ഉണ്ടായിട്ടുള്ളത്. ഷിഗല്ല 281 കേസുകൾ റിപ്പോർട്ട് ചെയ്തു, മരണം 7. ഇൻഫ്ലുവൻസ H1N1 ഉൾപ്പെടെ അതിൻ്റെ മരണം 48. പനിയുടെ മരണം 4. ഇതാണ് സാർ ഇതുവരെയുള്ള ഇന്നലെ വരെയുള്ള കണക്കെന്ന് പറയുന്നത്. മറ്റേ കോളറ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. യെസ്, ശ്രീ പി പ്രസാദ്. സർ, ഒന്ന് നേരത്തെ ഇവിടെ പറഞ്ഞു നമ്മുടെ ചില രോഗങ്ങളെല്ലാം കൂടുന്നു, അതിനെക്കുറിച്ച് സൂചിപ്പിക്കുകയുണ്ടായി. ഇപ്പോൾ അമീബിക് മസ്തിഷ്ക ജ്വരം പോലുള്ള രോഗങ്ങൾ 2016 മുതൽ 23 വരെയുള്ള 8 വർഷങ്ങൾക്കകത്ത് റിപ്പോർട്ട് കണ്ടത് 8 കേസുകൾ മാത്രം റിപ്പോർട്ട് ചെയ്തു എന്നാണ്. 24 36, 2025 201, 2026 ജൂൺ 12 വരെ 133 കേസുകൾ എന്ന് പറയുമ്പോൾ മഴക്കാലം എത്തുമ്പോൾ തന്നെ ഒരു ആധി കൂടി ഉണ്ടാകുന്ന തരത്തിലേക്ക് വരികയും മഴക്കാലം രോഗങ്ങളുടെ ഒരു കാലമായി കൂടി മാറുകയും ചെയ്യുകയാണ്. ഈ കാര്യത്തിനകത്ത് ഫലപ്രദമായ ഇടപെടൽ തീർക്കാൻ ഒരു പ്രോട്ടോക്കോൾ തയ്യാറാക്കുമോ? അതോടൊപ്പം തന്നെ ഇതിന് മുന്നോടിയായിട്ട് നമ്മളിപ്പോൾ ഗ്രാമസഭകളൊക്കെ വളരെ ശക്തമായി നിൽക്കുന്ന ഒരു കേരളത്തിൽ ഒരു ആരോഗ്യ ഗ്രാമസഭകൾ എല്ലായിടങ്ങളിലും ജനപ്രതിനിധികളടക്കം ആരോഗ്യമേഖലയിലെ ആളുകളടക്കം ഓരോ പഞ്ചായത്ത് വാർഡിലും ചെന്ന് ഇടപെടാൻ പാകത്തിലേക്ക് വരുന്ന ആളുകളിൽ അത്തരമിതുണ്ടാകുമോ? കേരള വാട്ടർ കൺസർവേഷൻ ആക്റ്റും പബ്ലിക് ഹെൽത്ത് ആക്റ്റിനകത്തും ജലമലിനീകരണത്തിനകത്ത് ശക്തമായ വകുപ്പുകൾ ഉണ്ടാകുന്നിരിക്കെ ജലത്തിൽ കക്കൂസ് മാലിന്യങ്ങൾ അടക്കം കൊണ്ട് നിക്ഷേപിച്ചാൽ പോലും ചെറിയ ഫൈൻ മാത്രം ഈടാക്കി വിടുന്നതിനപ്പുറത്തേക്ക് നോൺ ബെയിലബിൾ ഒഫൻസായി ചെയ്യാൻ കഴിയുന്ന ഈ 2 വകുപ്പുകൾ
നിയമങ്ങളുണ്ട്, അത് പ്രയോഗത്തിൽ വരുത്തുന്നതിനുൾപ്പെടെയുള്ള ഇടപെടൽ അങ്ങ് തീർക്കും. സർ, ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞ വളരെ ഗൗരവമുള്ള ഒരു കാര്യമാണ്. ഈ മഴക്കാലത്ത് മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ പോലും പകർച്ചവ്യാധികളുടെ എണ്ണം വർദ്ധിക്കുന്ന ഒരു സാഹചര്യം കേരളത്തിലുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് പ്രതിരോധിക്കാൻ ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം എന്നുള്ള നിലയ്ക്ക് സംസ്ഥാന സർക്കാർ തന്നെ മുൻകൈയെടുത്ത് സർക്കാർ മേഖലയിലും സ്വകാര്യ മേഖലയിലുമുള്ള വിദഗ്ധന്മാരായിട്ടുള്ള ഡോക്ടർമാരുടെ ഒരു പാനൽ തയ്യാറാക്കി അവരെ ഇതൊന്ന് പരിശോധിക്കാനുണ്ട്, റിസർച്ച് നടത്താൻ വേണ്ടി അവരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അവർ ചില വിലപ്പെട്ട നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ടും ഈ ശുചീകരണ പ്രവർത്തനങ്ങൾ, ഇപ്പോൾ ഷിഗല്ലയുടെ മുഖ്യമായിട്ടുള്ള കാരണം ഈ വെള്ളത്തിൽ കൂടെ വരുന്നൊരു ബാക്ടീരിയയാണ്. ഇപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ട് കൂട്ടത്തോടെ റിപ്പോർട്ട് ചെയ്തത് സുൽത്താൻ ബത്തേരിയിലെ നെന്മേനി LP സ്കൂളിലാണ്. അവിടെ ഞാൻ തന്നെ അവിടെ സ്ഥലത്ത് പോയി, ബഹുമാനപ്പെട്ട MLA IC ബാലകൃഷ്ണൻ ഉണ്ടായിരുന്നു. അവിടെ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞ ഒരു കിണറിൽ മുഴുവൻ ബാക്ടീരിയ കലർന്നിരിക്കുന്നു. അതാണ് അവിടെ 21 കുട്ടികൾക്കാണ് ഇത് ബാധിച്ചത്. ഭാഗ്യവശാൽ ഒരു കുട്ടിക്കും മരണം സംഭവിച്ചില്ല. ഇങ്ങനെയുള്ള പല കേസുകളും ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് സംസ്ഥാന ആരോഗ്യവകുപ്പ് 3 ദിവസങ്ങളിലായിട്ട് ഡ്രൈ ഡേ ആചരിക്കാൻ തീരുമാനിച്ചു. വെള്ളിയാഴ്ച വിദ്യാലയങ്ങൾ ഡ്രൈ ഡേ, ശനിയാഴ്ച സർക്കാർ ഓഫീസുകളിൽ, ഞായറാഴ്ച സ്വന്തം വീടുകൾ. അതായത് വീട്ടിലൊക്കെ കെട്ടിക്കിടക്കുന്ന ഈ മാലിന്യങ്ങളൊക്കെ നീക്കം ചെയ്യുക. അതുപോലെ തന്നെ ഈ ചെടിക്ക് നനയ്ക്കുമ്പോൾ ചില വെള്ളം ചിലപ്പോൾ അടിയിൽ കെട്ടിക്കിടക്കും, അത് നീക്കം ചെയ്യുക. അങ്ങനെയുള്ള അതുപോലെ കൊതുകിനെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുക. പക്ഷേ സാറിൻ്റെ ഒരു പ്രയാസം എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഈ മഴക്കാലത്ത് നടത്തുന്ന ശുചീകരണ പ്രവർത്തനങ്ങൾ അത് നേതൃത്വം കൊടുക്കേണ്ടതൊക്കെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ്. ഏതായാലും ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞതുപോലെ നിയോജക മണ്ഡലങ്ങൾ MLA-മാരും കോർപ്പറേഷൻ വാർഡുകളിലും പഞ്ചായത്തുകളിലൊക്കെ വാർഡ് മെമ്പർമാരുടെ നേതൃത്വത്തിൽ കമ്മിറ്റികളുണ്ടാക്കി രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കാനാണ് സർക്കാർ തീരുമാനിച്ചത്. ശ്രീ ഗോവിന്ദൻ പള്ളിക്കർപ്പൽ. പ്രത്യേകിച്ച് കാസർഗോഡ് ജില്ലയിൽ മതിയായ ഡോക്ടർമാരുടെയും സ്റ്റാഫിൻ്റെയും കുറവുള്ളത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? അതിന് പരിഹാരം ഉണ്ടാവും? മിനിസ്റ്റർ. എല്ലായിടത്തും അത്യാവശ്യം വേണ്ട ഡോക്ടർമാരുടെയും അതുപോലെ സ്റ്റാഫിൻ്റെയും ഒക്കെ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതനുസരിച്ച് നിയമിക്കുന്നതാണ്. തീർച്ചയായിട്ടും അക്കാര്യത്തിൽ ഗവൺമെൻറ് മുൻതൂക്കം നൽകും. ഇന്നലെ ഇവിടെ ഇതിനെക്കുറിച്ചൊരു ചർച്ച വന്നതാണ്. ഈ സ്റ്റാഫ് പാറ്റേൺ മാറ്റാനുള്ള ഒരു കാര്യം ഗവൺമെൻറ് സജീവ പരിഗണന. ശ്രീ മുഹമ്മദ് മുഹസിൻ. സർ, കേരളത്തിൽ ഇപ്പോൾ 19,000-ഓളം ആളുകൾ പനി ബാധിച്ച് ചികിത്സയിൽ അല്ലെങ്കിൽ വിവിധ ഘട്ടങ്ങളിലായിട്ട് പനി ബാധിച്ചിട്ടുണ്ട്. അതിൽ ഒരു മാസത്തിനുള്ളിൽ തന്നെ 100-ഓളം ആളുകൾ മരണപ്പെട്ടു എന്നുള്ള വാർത്തയും വന്നിരുന്നു. ഇതിൽ ഡെങ്കി, ഷിഗല്ല അടക്കമുള്ള പല അസുഖങ്ങളുണ്ട്. പക്ഷേ അമീബിക് മസ്തിഷ്ക ജ്വരം, അമീബിക് മെനിങ്കോ എൻസിഫലൈറ്റിസ്, ഈ അസുഖം അതിൻ്റെ വ്യാപന രീതിയിൽ ഇപ്പോൾ ഒരു മാറ്റം വന്നതായിട്ട് കാണുന്നുണ്ട്. കുളങ്ങളിലും പുഴകളിലും കെട്ടിക്കിടന്ന വെള്ളത്തിലാണ് നേരത്തെ ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ കിണറുകളിലും ഇത് വരുന്നു. മുഖം കഴുകുമ്പോഴും അത് വരുന്നു എന്ന് പറയുന്നുണ്ട്. നേരത്തെ കുട്ടികൾക്കാണ് ഇതുണ്ടായിരുന്നത്, മുതിർന്ന ആളുകൾക്കും ഇത് വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും മറ്റുള്ള ഏത് കിണറിലും ഇത് സാധ്യതയുണ്ട്. അപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ പ്രത്യേകമായി എന്തെങ്കിലും സംവിധാനം ചെയ്തിട്ടുണ്ടോ? ആ ആളുകളുടെ ഭീതി മാറ്റാനും ഇനി ഇത് വരാതിരിക്കാനും വേണ്ടിയിട്ടുള്ള ശക്തമായിട്ടുള്ള നടപടി സ്വീകരിക്കും. ഈ കിണറുകളിലും കുളങ്ങളിലൊക്കെ ബാക്ടീരിയയുടെ അംശം ഇപ്പോൾ കാണുന്നുണ്ട്. അതുകൊണ്ട് പരിശോധന കൂടുതൽ ശക്തമാക്കാനുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഫുഡ് സേഫ്റ്റിക്കാരോട് പറഞ്ഞിട്ടുള്ളത് എല്ലായിടത്തും ശക്തമായിട്ടുള്ള പരിശോധന നടത്തണം. ഇപ്പോൾ പലയിടത്തും ഇപ്പോൾ കുടിവെള്ളം, ഇപ്പോൾ ഹോട്ടലിൽ ചെന്നാൽ നിയമം അനുസരിച്ച് വെള്ളം തിളപ്പിച്ചാറ്റിയ വെള്ളം കൊടുക്കണം എന്നാണ് നിയമം. ഇപ്പോൾ ഗ്യാസ് ക്ഷാമം പറഞ്ഞിട്ട് ചില ഹോട്ടലുകാർ വെറും വെള്ളമാണ് കൊടുക്കുന്നത്. ഇത് വല്ലതും ബാക്ടീരിയ കലർന്ന വെള്ളമാണ്. ഇങ്ങനെയും രോഗങ്ങൾ പടരുന്നുണ്ട്. അപ്പോൾ ഗ്യാസ് ക്ഷാമം ഇല്ലെങ്കിലും പല ഹോട്ടലുകളും സാധാരണ വെള്ളം തന്നെയാണ് കൊടുക്കുന്നത്, തിളപ്പിച്ചാറ്റിയ വെള്ളമൊന്നും കൊടുക്കുന്നില്ല. ഇത് ശ്രദ്ധയിൽപ്പെടുന്ന ഹോട്ടലുകൾക്കെതിരെ, റെസ്റ്റോറൻറ്റുകൾക്കെതിരെ, അതുപോലെ തന്നെ വൃത്തിഹീനമായിട്ടുള്ള തട്ടുകടകൾക്കെതിരായിട്ടൊക്കെ ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിക്കാൻ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. കുളങ്ങളിലും മറ്റും വെള്ളം പരിശോധിക്കാനും അതിൽ ബാക്ടീരിയയുടെ അംശം ഉണ്ടെങ്കിൽ അതിന് പരിഹാരം ഉണ്ടാക്കാനുമുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ശ്രീ കെ ജയന്ത്. നിപ്പ ആദ്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് എൻ്റെ ജില്ലയായ കോഴിക്കോടാണ്. പിന്നീട് തുടർന്ന് പലതവണയും ഉണ്ടായി, ഇപ്പോൾ ഏറ്റവും ഒടുവിലും ഉണ്ടായി. എൻ്റെ ചോദ്യം, നേരത്തെ നിപ്പ കൈകാര്യം ചെയ്യുന്ന ഒരു രീതിയും അങ്ങ് ചെയ്ത രീതിയും തമ്മിലൊരു വ്യത്യാസമുണ്ട്. നേരത്തെ ഉണ്ടായിരുന്നത് ആ പ്രദേശമാകെ കൊട്ടിയടച്ച് രാഷ്ട്രീയ നേതൃത്വം മുന്നിൽ നിന്നായിരുന്നു നിപ്പയെ പ്രതിരോധിച്ചിരുന്നതെങ്കിൽ അങ്ങയുടെ രീതി ആരോഗ്യ വിദഗ്ധരെ മുന്നിൽ നിർത്തി ആ പ്രദേശത്തെ സാധാരണക്കാരായ ജീവിതം
ത്തിന് തടസ്സമില്ലാത്ത രീതിയിലായിരുന്നു കൈകാര്യം ചെയ്തത്. ഏതായാലും ഇവിടെ ഈ കോഴിക്കോട് ഇപ്പം ഉണ്ടായ നിപ്പ കേസ് ഔട്ട്ബേസ്റ്റ് ചെയ്യപ്പെട്ടില്ല. ഏക പോസിറ്റീവായ വ്യക്തി ഇപ്പോഴും ചികിത്സയിലാണ്. എൻ്റെ ചോദ്യം, ഏത് രീതിയാണ് അങ്ങ് തുടരാൻ ആഗ്രഹിക്കുന്നത്? അല്ല സാറ്, രോഗങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അത് അടിയന്തരമായ അതിൻ്റെ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് അതിനെ പ്രതിരോധിക്കുക എന്നുള്ളതാണ് സർക്കാരിൻ്റെ നയം. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഈ ടെസ്റ്റ് കൂട്ടാൻ തീരുമാനിച്ചത് രോഗങ്ങളുടെ ശരിക്കുള്ള കണക്കറിയാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ സാധാരണ പറയും ഡോക്ടർമാരാണെങ്കിൽ തന്നെ ചികിത്സിക്കുമ്പോൾ രോഗം അറിഞ്ഞു വേണമല്ലോ ചികിത്സിക്കാൻ, അല്ലാതെ ചികിത്സിച്ചാൽ രോഗി മരണപ്പെടും. അതുകൊണ്ട് എന്തൊക്കെ അസുഖങ്ങളുണ്ടെന്നുള്ള കാര്യത്തിനെക്കുറിച്ച് വ്യക്തമായി ടെസ്റ്റ് നടത്തി അതിൻ്റെ കണക്ക് ആരോഗ്യവകുപ്പിൻ്റെ വെബ്സൈറ്റിലിടാൻ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അതനുസരിച്ചാണ് എല്ലാ ദിവസത്തെയും കണക്കുകൾ ജനങ്ങൾക്ക് ഒരു തുറന്ന പുസ്തകം പോലെ ഇന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അത് പ്രതിരോധിക്കുക എന്നുള്ളതാണ് നമ്മുടെ ചുമതല. ഒരു രോഗം വന്നാൽ ആ രോഗത്തിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുക. ആ കാര്യത്തിൽ ഞാൻ അഭിമാനത്തോടെ പറയുകയാണ്, ഡോക്ടർമാർ മുതൽ താഴെയുള്ള തൂപ്പുകാർ വരെ സഹകരിച്ച് ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട്. ആ രീതിയിൽ മുന്നോട്ട് പോകാനാണ് സർക്കാർ ആഗ്രഹിക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 154 ശ്രീ ഷിബു തെക്കുംപുറം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. സർ, എയും ബിയും സംസ്ഥാനത്തിൻ്റെ വർദ്ധിച്ചു വരുന്ന വ്യോമയാന ആവശ്യകത, കയറ്റുമതി, ലോജിസ്റ്റിക്സ്, വിനോദസഞ്ചാര മേഖലകളിലെ സാധ്യതകൾ എന്നിവ കണക്കിലെടുത്തുകൊണ്ട് സംസ്ഥാനത്തെ 4 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളെയും കേന്ദ്രീകരിച്ച് കേരളത്തെ ഏഷ്യയിലെ പ്രധാന ഏവിയേഷൻ ലോജിസ്റ്റിക്സ് ഹബ്ബായി വികസിപ്പിക്കുന്നതിനുള്ള വിവിധ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾ ആവിഷ്കരിക്കുന്നതാണ്. ഇതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായി 200 കോടി രൂപ ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. വിമാന അറ്റകുറ്റപ്പണി പരിപാലന മേഖലയെ ശക്തിപ്പെടുത്തും. സിമുലേറ്റർ അധിഷ്ഠിത പൈലറ്റ് പരിശീലന കേന്ദ്രങ്ങൾ, DGCA മാനദണ്ഡങ്ങൾ അടിസ്ഥാനമാക്കിയുള്ള വിമാന പരിപാലന, എഞ്ചിനീയറിംഗ്, പരിശീലന, നൈപുണ്യ വികസന സംവിധാനങ്ങൾ എന്നിവയും വിമാനത്താവള കേന്ദ്രീകൃത സാമ്പത്തിക മേഖലകളുടെ രൂപീകരണത്തിനും സാമ്പത്തിക വളർച്ചയ്ക്കും പ്രാധാന്യം നൽകി വിവരസാങ്കേതിക സേവന മേഖലകൾ, ഗ്ലോബൽ കേപ്പബിലിറ്റി സെൻ്ററുകൾ, ഹോസ്പിറ്റാലിറ്റി, വ്യോമയാന അനുബന്ധ വ്യാപാര സേവന മേഖലകൾ എന്നിവ ഉൾക്കൊള്ളുന്ന എയ്റോ പാർക്ക്, എയ്റോ സിറ്റി പദ്ധതികളും നടപ്പിലാക്കും. ഇതുമായി ബന്ധപ്പെട്ടൊരു വ്യോമയാന നയം പ്രഖ്യാപിക്കും. കാർഷിക, മത്സ്യ, ഫാർമ മേഖലകളിലെ കയറ്റുമതി ശക്തിപ്പെടുത്തുന്നതിനായി സംയോജിത പാക്ക് ഹൗസ് സൗകര്യവും ഫാർമ കാർഗോ സൗകര്യങ്ങളും വികസിപ്പിക്കുന്നതിനുള്ള നടപടികൾ കൈക്കൊള്ളുന്നതാണ്. ലോജിസ്റ്റിക്സ് പാർക്കുകൾ, ഫ്രീ ട്രേഡ് വെയർഹൗസ് സോണുകൾ എന്നിവ ഉൾപ്പെടുന്ന അനുബന്ധ വികസന പദ്ധതികളും ആവിഷ്കരിക്കും. കൊച്ചിൻ എയർപോർട്ടിനോട് അനുബന്ധമായി അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഗ്ലോബൽ കൺവെൻഷൻ സെന്റർ ആരംഭിക്കുന്നതാണ്. സർ, ബാക്കി ടേബിൾ ചെയ്താൽ മതിയല്ലോ. ചോദിക്കാൻ ശ്രീ ഷിബു തെക്കുംപുറം. സാർ, ഏവിയേഷൻ ഹബ്ബ് പദ്ധതിയിലൂടെ യുവജനങ്ങൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുവാൻ സംസ്ഥാനത്തെ എഞ്ചിനീയറിംഗ് കോളേജുകളിലും പോളിടെക്നിക്കുകളിലും അനുബന്ധ കോഴ്സുകൾ തുടങ്ങാൻ നടപടി സ്വീകരിക്കുമോ? മുഖ്യമന്ത്രി. സർ, നേരത്തെ ഇവിടെ പോർട്ട് സിറ്റിയുമായി ബന്ധപ്പെട്ട് പറഞ്ഞതുപോലെയാണ് നമ്മുടെ ഏവിയേഷൻ പോളിസി. ഇതെല്ലാം തൊഴിൽ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നതിന്, ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരുന്നതിന്, എക്കണോമിക് ആക്ടിവിറ്റി പ്രചോദിപ്പിക്കുന്നതിന്, ഉത്തേജിപ്പിക്കുന്നതിന്. നാലാമത്തത് ഏറ്റവും പ്രധാനപ്പെട്ട, നേരത്തെ ശ്രീ നജീവ് കാന്തപുരം ചോദിച്ചതുപോലെ അക്കാഡമിക്കായിട്ടുള്ള പ്രോഗ്രാമുകൾ കൊണ്ടുവരുന്നതിന് വേണ്ടി ഒരുപാട് കോഴ്സുകൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ധാരാളം കോഴ്സുകളുണ്ട്, ഒരുപാട് കോഴ്സുകളുണ്ട്. ആ പ്രോഗ്രാമുകൾ തുടങ്ങാൻ പറ്റും. നമുക്ക് തന്നെ പൈലറ്റ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ആരംഭിക്കാൻ പറ്റും. പൈലറ്റ്സിന് ലോകത്തെ എല്ലായിടത്തും ഭയങ്കരമായ ക്ഷാമമാണ്. ഹെലികോപ്റ്റർ പൈലറ്റുകളെ കിട്ടാനില്ല. അപ്പോൾ ഹെലികോപ്റ്റർ പൈലറ്റുകളെ പരിശീലിപ്പിക്കാനുള്ള കേന്ദ്രം ഉണ്ടാവും. സിമുലേറ്റർ അധിഷ്ഠിതമായ ഈ പരിശീലന ക്രമങ്ങളാണ് തുടങ്ങുന്നത്. അതുമായി ബന്ധപ്പെട്ട ധാരാളം അക്കാഡമിക് പ്രോഗ്രാമുകൾ കൂടിയുള്ള സാധ്യത ഈ ഏവിയേഷൻ പോളിസിയിൽ ഉണ്ടാവും, ഉറപ്പായുണ്ടാവും. സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഏവിയേഷൻ ഹബ്ബ് പദ്ധതിയിലൂടെ അതിൻ്റെ ഭാഗമായി കാർഷിക, മത്സ്യ, ഫാർമ മേഖലകൾക്കായുള്ള പാക്ക് ഹൗസുകൾ വിമാനത്താവളങ്ങൾ സ്ഥിതി ചെയ്യുന്ന നഗരങ്ങൾ കൂടാതെ തൊട്ടടുത്തുള്ള കോതമംഗലം പോലുള്ള അനുബന്ധ നഗരങ്ങളിൽ സ്ഥാപിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമോ? ചീഫ് മിനിസ്റ്റർ. സർ, ഇത് ഈ ഏവിയേഷൻ എന്ന് വെച്ചാൽ നമ്മളെ ഈ ചെറിയ സ്ഥലത്ത്, ഈ കേരളം പോലുള്ളൊരു ചെറിയ സ്ഥലത്ത് 4 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളാണ്. അതിനെ നമ്മൾ പ്രയോജനപ്പെടുത്തണം. അത് പ്രയോജനപ്പെടുത്തുന്നത് കേരളത്തിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടാണ്. ഒരു പ്രദേശമല്ല, ഒരു വലിയ ഏരിയ വികസിക്കും. കാർഷിക മേഖലയ്ക്ക് അതിൻ്റെ ഗുണഫലം ഉണ്ടാകും. കാരണം കാർഷിക മേഖലയിൽ നിന്ന് നമ്മൾ വാല്യൂ ആഡഡ്, നമ്മളതിനെ പ്രോത്സാഹിപ്പിച്ചാൽ ആ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാകും. വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ കയറ്റുമതി നടത്താൻ നമുക്ക് പറ്റും.
ഒരുപാട് കേന്ദ്രങ്ങൾ ഇതുപോലെ ഫാർമസ്യൂട്ടിക്കൽ രംഗത്തുള്ള ഉൽപ്പാദന സംഭവങ്ങളുണ്ടാവും. കാർഷിക മേഖലയിൽ അതിൻ്റെ വികസനം ഉണ്ടാകും. മത്സ്യ മേഖലയിൽ അതിൻ്റെ മാറ്റം ഒരുപാടുണ്ടാകും. ഒരുപാട് മേഖലകളെ നമുക്കിതുമായി കണക്ട് ചെയ്ത് വികസിപ്പിക്കാൻ പറ്റും. കഴിഞ്ഞ ദിവസം ഇവിടെ വ്യവസായ മന്ത്രി വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു. ദുബായ് എയർപോർട്ടിനെ കുറിച്ച് അദ്ദേഹം സൂചിപ്പിച്ചു. ദുബായ് എയർപോർട്ട്, ദുബായ് ആ സ്റ്റേറ്റിൻ്റെ 28% അവരുടെ GDP-യിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഞങ്ങൾ ബാംഗ്ലൂർ അന്താരാഷ്ട്ര എയർപോർട്ട്, അത് വളരെ പ്രധാനപ്പെട്ടൊരു എയർപോർട്ടാണ്. അവിടെ എയർപോർട്ടിലുള്ള ഡൊമസ്റ്റിക് ആയിട്ടുള്ള ഇൻ്റർനാഷണൽ ആയിട്ടുള്ള ഫ്ലൈറ്റ്സ് മാത്രമല്ല, അവരതിനെ ഡെവലപ്പ് ചെയ്ത് കർണാടക GDP-യിലേക്ക് ഒരു 4 to 5% കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന തരത്തിലേക്കുള്ള സാധ്യതകൾ അവിടെ കണ്ടെത്തി. നമുക്ക് അതിനേക്കാൾ കൂടുതൽ സാധ്യതകളുള്ളതാണ് നമ്മുടെ എല്ലാ പോർട്ടുകളും. ഇവിടെ സീ പോർട്ടുണ്ട് തിരുവനന്തപുരത്ത്, കൊച്ചിയിൽ സീ പോർട്ടുണ്ട്, അതുപോലെ കോഴിക്കോടും മലബാറിലെ കണ്ണൂരിലെ എയർപോർട്ട്, ഇതെല്ലാം ആ തരത്തിൽ വികസിപ്പിച്ചാൽ നമ്മുടെ കോതമംഗലം ഉൾപ്പെടെയുള്ള കിഴക്കൻ പ്രദേശങ്ങളിലെ മലയോര മേഖലയെ, കാർഷിക മേഖലയെ അഭിവൃദ്ധിപ്പെടുത്താൻ ഉപയോഗപ്പെടുത്താൻ പറ്റും. ശ്രീ അപ്പു ജോൺ ജോസഫ്. സാർ, അങ്ങിവിടെ സൂചിപ്പിച്ച ഏവിയേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ഫ്ലൈയിങ് ക്ലബ്ബുകളും സിമുലേഷൻ ട്രെയിനിങ്ങുമുള്ള ആ ഒരു ഐഡിയ സ്വാഗതം ചെയ്യുന്നു. വളരെയേറെ നമുക്ക് പ്രയോജനപ്പെടുന്നതാണ്. CAE, സീമ എയറോ എന്നീ 2 കമ്പനികളാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ. അവർ ഇന്ത്യയിൽ ഏതാണ്ട് $100 മില്യൺ ഈ വർഷം ഇൻവെസ്റ്റ് ചെയ്യാൻ പോവുകയാണെന്നുള്ള വാർത്ത കണ്ടിരുന്നു. ഇവരുമായി നമ്മൾ ബന്ധപ്പെടുന്നതായിരിക്കുമോ? എത്രയും പെട്ടെന്ന് അതിനുള്ള നടപടി സ്വീകരിക്കുമോ? സർ, ഈ മേഖലയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് സ്ഥാപനങ്ങൾ വരുന്നുണ്ട്. അത് പരിശോധിച്ച് അവരുടെ ക്രെഡിബിലിറ്റി, അവരുടെ വിശ്വാസ്യത, അവരുടെ പശ്ചാത്തലം, പിന്നെ അതിൻ്റെ ഉള്ള നടപടിക്രമങ്ങൾ, അതിൻ്റെ ഇക്കണോമിക് മോഡലുകൾ, ഞാൻ പറഞ്ഞല്ലോ എല്ലാത്തിലും സർക്കാരിൻ്റെ ഒരു കൈയുണ്ടാവും. അതെല്ലാം കൂടി പരിശോധിച്ച് ഉള്ള ഏറ്റവും പ്രമുഖമായ കമ്പനികളെ, ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറായി വരുന്നവരെ അതൊരു പരിശോധനയ്ക്ക് വിധേയമാക്കി തീർച്ചയായിട്ടും ഈ രംഗത്ത് എക്സ്പീരിയൻസ് ഉള്ള, ഇപ്പോൾ സിംഗപ്പൂർ എയർപോർട്ടുമായി ബന്ധപ്പെട്ട കമ്പനികൾ വന്നിട്ടുണ്ട്, ചാങ്ങി എയർപോർട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആശയം വന്നിട്ടുണ്ട്. ചാങ്ങി എയർപോർട്ടിലുള്ളൊരു സംഭവമാണ് ഗ്ലോബൽ ഇൻ്റർനാഷണൽ കൺവെൻഷൻ സെൻറ്റർ. നമ്മൾ ബജറ്റിൽ അതിന് സമാനമായ ഒരു ഗ്ലോബൽ ഇൻ്റർനാഷണൽ കൺവെൻഷൻ സെൻറ്റർ കൊച്ചി എയർപോർട്ടിനോട് അനുബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. ചാങ്ങി എയർപോർട്ടിൽ ഇൻ്റർനാഷണൽ കൺവെൻഷൻ, ഒരു ഡോക്ടേഴ്സിൻ്റെ ഒരു അന്താരാഷ്ട്ര കോൺഫറൻസ് നടന്നാൽ വിസ വേണ്ട. കാരണം അത് എയർപോർട്ടിൻ്റെ ഭാഗമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. എയർപോർട്ടിൽ വന്നിറങ്ങുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ കൺവെൻഷൻ സെൻറ്ററിലെ കോൺഫറൻസിൽ പങ്കെടുത്തിട്ട് അവർക്ക് തിരിച്ചു പോവാം. പക്ഷേ അവിടെ നിന്ന് പുറത്തേക്ക് പോകണമെങ്കിൽ വിസ വേണം. അങ്ങനെയുള്ള പല ഫെസിലിറ്റീസും ലോകരാജ്യങ്ങളിൽ, ലോകത്തിലെ വിമാനത്താവളങ്ങളും ഈ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള പലവിധ സംവിധാനങ്ങൾ ഒരുക്കി കൊടുത്ത മത്സരത്തിലാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കും നമ്മുടെ സാധ്യതകളെയും നമ്മുടെ അഡ്വാൻറ്റേജസിനെയും പ്രയോജനപ്പെടുത്തി സംസ്ഥാനത്തിന് ഗുണകരമായ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളെ പ്രോത്സാഹിപ്പിക്കും. ശ്രീ വിനു ജോർജ് കുഴിമണ്ഡൽ. സർ, കേരളത്തിൻ്റെ സമ്പദ്ഘടനയുടെ നട്ടെല്ലാണ് വിദേശ മലയാളികൾ, പ്രത്യേകിച്ച് ഗൾഫ് മേഖലയിൽ ജോലി ചെയ്യുന്നവർ. പക്ഷേ ഒരു ഉത്സവ സീസണിലോ മറ്റ് സമയങ്ങളിലോ വിദേശ മലയാളികളെ ചൂഷണം ചെയ്തുകൊണ്ടാണ് പല എയർ ഫ്ലൈറ്റ് കമ്പനികളും ടിക്കറ്റ് ചാർജ് അന്യായമായിട്ട് കൂട്ടുന്നത്. ഇത് അവർക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. അതിനുവേണ്ടി അത് തടയിടുവാനായി നമുക്ക് സ്വന്തമായിട്ട് എയർ ഫ്ലൈറ്റ് ആരംഭിക്കുകയോ അല്ലെങ്കിൽ അത്യാവശ്യം ഇതിൻ്റെ തുടക്കത്തിന് വേണ്ടി നമുക്കൊരു ചാർട്ടർ ഫ്ലൈറ്റ് ഇവർക്ക് വേണ്ടി ആരംഭിക്കുകയോ ചെയ്യാൻ കഴിയുമോ? ഇത് വളരെ ഗൗരവതരമായൊരു വിഷയമാണ്. സംസ്ഥാനത്ത് നിന്ന് വിജയിച്ചിരിക്കുന്ന MP-മാർ പാർലമെൻറ്റിലുമെല്ലാം നിരന്തരമായി ഉന്നയിക്കുന്ന വിഷയമാണ്. സീസണിൽ നമ്മുടെ ഈ പാവപ്പെട്ട മനുഷ്യർക്ക് കുടുംബത്തോടു കൂടി നാട്ടിൽ വരാൻ കഴിയാത്ത ഒരവസ്ഥയാണ്. വലിയ ചാർജാണ് ഈ വിമാനക്കൂലിയായിട്ട് ഏർപ്പാടാക്കുന്നത്. മത്സരിക്കുകയാണ്, എല്ലാവരും കൂടി ചേർന്ന് മത്സരിക്കുകയാണ്. നമുക്ക് അതിനൊരു പകരം സംവിധാനം വേണം. അത് ഏത് വിധത്തിലാണെന്ന് ഗവൺമെൻറ് അത് ആലോചിച്ചിട്ടില്ല. സ്വന്തമായി എയർലൈൻ തുടങ്ങുന്നതിനെക്കുറിച്ച് ഈ സർക്കാർ ആലോചിച്ചിട്ടില്ല. ഞാൻ വെറുതെ വേണമെങ്കിൽ പറയാം, പരിശോധിക്കണമെന്ന്. ആലോചിച്ചില്ല. മാത്രമല്ല, നമ്മൾ എയർലൈൻ ബിസിനസ് ശ്രദ്ധിക്കണം. ഇൻ്റർനാഷണൽ എയർലൈൻ ബിസിനസ് നമ്മൾ വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടി പോവാണ്. കാശില്ലാത്ത കാലത്ത് ഇനി അതുകൂടി തുടങ്ങി ഒരു അവതാളത്തിലേക്ക് പോകേണ്ട ആവശ്യമില്ല നമുക്കത്. പക്ഷേ ബഹുമാനപ്പെട്ട അംഗം ഉന്നയിച്ച വിഷയം ഗൗരവമാണ്. നമുക്ക് ഓൾട്ടർനേറ്റീവായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ആ സീസണിൽ പാവപ്പെട്ട മനുഷ്യരെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ചാർട്ടേഡ് ഫ്ലൈറ്റ്സ് വല്ലതും ആലോചിക്കാൻ പറ്റുമെന്നുള്ള സാധ്യതകൾ നമുക്ക് ആരായാം. നമുക്കത് ഒരു പരിഹാരം ഉണ്ടാകണം. പാവപ്പെട്ട മനുഷ്യർ അവിടെ കൊടുന്ന് അധ്വാനിക്കുന്ന പൈസ മുഴുവൻ അതിൻ്റെ ഒരു 50%
ഫ്ലൈറ്റ് ചാർജായിട്ട് കൊടുത്ത് തിരിച്ചു വരിക എന്ന് പറയുന്നത് അവരോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയാണ്. അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നമുക്ക് ആലോചിക്കാം. ചോദ്യോത്തര സമയം അവസാനിച്ചു.